ഹായ് മക്കളെ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലത്തെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ബിഹൈൻഡ് സെൻസേഷൻ, സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്ന പാഠഭാഗമായിട്ടാണ്. നമ്മൾ ആദ്യത്തെ 2 ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും അതൊക്കെ പഠിച്ച് എക്സാം ഒക്കെ നല്ല സിമ്പിൾ ആയിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നത്. നമ്മള് ഇനി അടുത്തത് നമ്മുടെ 3rd ചാപ്റ്റർ ആണ്. സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടാ. അതായത് നമുക്ക് ഇഷ്ടമാവും കുറച്ചും കൂടെ. എനിക്ക് തോന്നുന്നു ഒന്നാമത്തെയും 2ാമത്തെ ചാപ്റ്ററിനേക്കാളും കൂടുതൽ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവുന്നതും കാര്യങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ 3ാമത്തെ പാഠം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പടം കാണുമ്പോ തന്നെ അറിയാം അല്ലെ, നമുക്ക് എന്തോ കുറെ സാധനങ്ങൾ അല്ലെ, നമ്മുടെ എന്താണ് നമ്മുടെ എവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ സെൻസേഷൻസിനെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇന്ന് ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സെൻസേഷൻസിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെയായിരിക്കാം അപ്പൊ സെൻസേഷൻസ്, എന്തൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലെ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇതൊക്കെ ഏതൊക്കെയായിരിക്കാം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് 5 സെൻസസ് ഉണ്ട് അല്ലെ, നമുക്ക് 5 സെൻസസ് ഉണ്ട്. ഏതൊക്കെയാണ് 5 സെൻസസ് എന്ന് പറയുന്നത്? ടച്ച് പറയാൻ പറ്റും അല്ലെ, സ്പർശം പറയാൻ പറ്റും, ഹിയറിംഗ് കേൾവി പറയാൻ പറ്റും, സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച വിഷൻ, പിന്നെ സ്മെല്ല് അല്ലെ, സ്മെല്ല് മണം, അതേപോലെ ടേസ്റ്റ് രുചി. ഇതാണ് നമ്മുടെ 5 സെൻസസ് എന്ന് പറയുന്നത്. ഈ 5 സെൻസ് ഓർഗൻസ്, അതായത് സെൻസസിനെ അറിയാൻ സഹായിക്കുന്ന അവയവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ, സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടച്ച് അറിയാൻ സഹായിക്കുന്ന ഏതായിരിക്കും, നമ്മുടെ സ്കിന്നാണ് അല്ലെ. അതേപോലെ ഹിയറിംഗ് കേൾവി അതറിയാൻ സഹായിക്കുന്ന ഏതാണ്, അത് നമ്മുടെ ചെവിയാണ്. ഇനി സൈറ്റ് കാഴ്ച ആണെങ്കിൽ എന്തായിരിക്കും, കാഴ്ചയാണെങ്കിൽ നമ്മുടെ കണ്ണ് അല്ലെ, കണ്ണാണ്. സ്മെല്ലാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും, നമ്മുടെ മൂക്കാണ്. അതേപോലെ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാക്കാണ് അതിന് സഹായിക്കുന്നത്. അപ്പൊ അത് 5 സെൻസസ്. ഈ 5 ഓർഗൻസും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ റിസപ്റ്റേഴ്സ്, കുറെ കാര്യങ്ങളൊക്കെ ഇത് എങ്ങനെയാണ് അറിയുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ പഠിക്കാം. ഓക്കെ. അപ്പോ ആദ്യം നമ്മൾ സെൻസ് പഠിക്കണേക്കാൾ മുമ്പ് ആദ്യം നമുക്ക് എന്താണ് സ്റ്റിമുലസ് എന്ന് പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ഉദ്ദീപനം എന്ന് പറയുന്നത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് സ്റ്റിമുലസ്? ഈസ് എ സർക്കംസ്റ്റൻസ് ദാറ്റ് ലീഡ് ടു എ റെസ്പോൺസ് ഇൻ ലിവിംഗ് ബീങ്സ്. ജീവികളിൽ പ്രതികരണങ്ങൾക്കിടയാക്കുന്ന സാഹചര്യമാണ് ഉദ്ദീപനം. അതായത് നമുക്കറിയാം, നമ്മുടെ ജീവികൾ, അതായത് മനുഷ്യന്മാര്, നമ്മൾ എക്സാമ്പിൾ പറയും, എല്ലാ ജീവികളും ഉണ്ട് കേട്ടാ. നമ്മൾ പറയും, നമ്മൾ മനുഷ്യന്മാര് എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന്മാര് മാത്രമല്ല എല്ലാ ജീവികളും എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളോടും പ്രതികരിക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പൊ നമ്മൾ അടുക്കളയിൽ പെരുമാറുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ നല്ല ചൂടുള്ള ഒരു കുക്കറുമ്മ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ട് അല്ലെ, നമ്മൾ അറിയുന്നില്ല, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കൊള്ളുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ കൈ പെട്ടെന്ന് തന്നെ നമ്മൾ വലിക്കും അല്ലെ. ചൂടുമ കൊണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് കൈ വലിക്കാറുണ്ടല്ല അല്ലെ. അതൊരു പ്രതികരണമാണ്. അതൊരു പ്രതികരണമല്ലേ. ആ ചൂടുള്ള ചൂടുമ കൊണ്ടപ്പോഴാണ്, നമ്മുടെ കൈ ടച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൈ വലിച്ചിട്ടുള്ളത് അല്ലെ. ആ ചൂട് അല്ലെങ്കിൽ ആ ടച്ച് എന്ന് പറയുന്നത് എന്താണ്, അതൊരു സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസ് അവിടെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ കൈ വലിച്ചത് അല്ലെ. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോ ഒരു റോട്ടിലൂടെ നടന്നു പോകുകയെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പിന്നിൽ നിന്ന് നമ്മുടെ പേര് വിളിക്കരുത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തിരിഞ്ഞു നോക്കില്ലേ അല്ലെ. അപ്പൊ ആ പേര് വിളിച്ചു, അത് നമ്മുടെ ചെവിയിൽ കേട്ടപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, റെസ്പോണ്ട് ആയിട്ട് എന്ത് ചെയ്ത്, തിരിഞ്ഞ് നോക്കിയത്. അപ്പോ ആ റെസ്പോൺസിന് കാരണക്കാരായിട്ടുള്ള ആളുകൾ റെസ്പോൺസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സ്റ്റിമുലസ് അവിടെ ഉണ്ടാവണം. അതായത് ഉദ്ദീപനം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. അല്ലാതെ റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പൊ റെസ്പോൺസ് ഉണ്ടാവാൻ വേണ്ടി വരുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, സ്റ്റിമുലസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ. അപ്പൊ സ്റ്റിമുലസ്. ഇനി നമ്മുടെ 2 തരത്തിൽ സ്റ്റിമുലസ് ഉണ്ട്. ഒന്ന് എക്സ്റ്റേണൽ സ്റ്റിമുലൈ, ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് പറയും. അടുത്തത് ഇന്റേണൽ സ്റ്റിമുലൈ, ആന്തര ഉദ്ദീപനങ്ങൾ. 2 തരത്തിലുള്ള സ്റ്റിമുലസ് ആണ് ഉള്ളത്. ഒന്ന് എക്സ്റ്റേണൽ സ്റ്റിമുലസും, രണ്ടാമത്തെ എന്താണ്, ഇന്റേണൽ സ്റ്റിമുലസ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ പുറത്തു നിന്ന്, അതായത് ചുറ്റുപാടുകളിൽ നിന്ന്, എൻവയോൺമെന്റുകളിൽ നിന്ന് ഉണ്ടാകുന്ന സ്റ്റിമുലസ്, അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന്, ശരീരത്തിന്റെ പുറത്തു നിന്ന്, ഔട്ട്സൈഡ് ദ ബോഡി, അവിടെ നിന്ന് ഉണ്ടാകുന്ന സ്റ്റിമുലസിനെയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. അതായത് ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്ന് പറയും. ഇനി ഇന്റേണൽ സ്റ്റിമുലൈ അപ്പൊ എന്തായിരിക്കും, അല്ലെ, മറ്റേത് പുറത്താണെന്നുണ്ടെങ്കിൽ, ശരീരത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ എന്തായിരിക്കണം, ഉള്ളിൽ നിന്ന് വരുന്നതാവാം അല്ലെ. ശരീരത്തിന്റെ ഉള്ളിൽ നിന്നാണ് സ്റ്റിമുലസ്, ഉദ്ദീപനങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഇന്റേണൽ സ്റ്റിമുലൈ എന്ന് പറയാം, ആന്തര ഉദ്ദീപനം എന്ന് പറയും. ഇനി അതില് നിങ്ങൾ പഠിക്കണം ഏതൊക്കെയാണ് എക്സ്റ്റേണലും ഏതൊക്കെയാണ് ഇന്റേണലും എന്ന് പഠിക്കണം. കാരണം എക്സാമിന് ഉണ്ടാവും.
നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഏതെങ്കിലും ഒരു സാധനം തന്നിട്ടായിരിക്കും നമുക്ക് ചോദിക്കുക ഇത് ഏത് സ്റ്റിമുലസ് ആണ്, ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ എന്നൊക്കെ ചോദിക്കും. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട് അല്ലെ. ഇവിടെ നോക്കിയേ, ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ പുറത്തുനിന്ന് വരുന്നത്? ടച്ച് സ്പർശം, ലൈറ്റ് പ്രകാശം, അതേപോലെ സൗണ്ട് ശബ്ദം, സ്മെൽ മണം. ഇതൊക്കെ എന്താണ്? പുറത്തുനിന്നാണ് അല്ലെ. അതായത് നമ്മുടെ ശരീരത്തിന് പുറത്തുനിന്ന് ഉണ്ടാകുന്ന സ്റ്റിമുലസുകളാണ്. ഇനി ഇന്റേണൽ നോക്കിയാൽ ഏതൊക്കെയാണ്? തേഴ്സ്റ്റ് ദാഹം, വിശപ്പ്, ഭയം, സന്തോഷം. ഇതൊക്കെ എന്താണ്? നമുക്ക് ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന സ്റ്റിമുലസ് ആണ്. ഇതിനെതിരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ. തേഴ്സ്റ്റ് ദാഹം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ആ വെള്ളം കുടിച്ചുകൊണ്ട് റെസ്പോണ്ട് ചെയ്യും. അതേപോലെ വിശപ്പാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമ്മള് ഭക്ഷണം കഴിക്കും, അതിനെതിരെ റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഫിയർ ഭയമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും അല്ലെ ഒന്നല്ലെങ്കിൽ മാറി നിൽക്കും, അല്ലെങ്കിൽ ഓടും അല്ലെ. ഇപ്പൊ ഒരു നായനെ കണ്ടു പേടിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഓടും, അതൊക്കെ റെസ്പോൺസ് ആണ് അല്ലെ. പിന്നെ സന്തോഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പല രീതിയിൽ എന്തെങ്കിലും പ്രകടിപ്പിക്കും അല്ലെ. അപ്പോ ഇതൊക്കെ എന്താണ്? റെസ്പോൺസ് ഉണ്ടാവാൻ വേണ്ടി വരുന്ന ആളുകളാണ്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കിയേ, രണ്ട് ടൈപ്പ് സെൻസസ് ഉണ്ട്, രണ്ട് തരം സംവേദനങ്ങൾ ഉണ്ട്. ഒന്നാമത്തതാണ് ജനറൽ സെൻസസ്, രണ്ടാമത്തത് സ്പെഷ്യൽ സെൻസസ് എന്ന് പറയും. ജനറൽ സെൻസസ് എന്ന് പറയുമ്പോൾ നോക്കിയേ, ടച്ച്, പെയിൻ, ഹീറ്റ്, പ്രഷർ എക്സെട്ര ഡിറ്റക്റ്റഡ് ബൈ സ്കിൻ, മസിൽസ്, ജോയിന്റ്, ഇന്റേണൽ ഓർഗൻസ് ആൻഡ് ബ്ലഡ് വെസൽസ് ആർ ജനറൽ സെൻസസ്. അതായത് ഇവരുടെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിയേ, ടച്ച്, പെയിൻ, ഹീറ്റ്, പ്രഷർ, ഇത് ഏത് ഭാഗം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇല്ലേ? അതായത് ഇപ്പൊ നോക്കിയേ, സ്കിൻ വഴി അറിയാൻ പറ്റും, മസിൽ വഴി അറിയാൻ പറ്റും, അതേപോലെ ജോയിന്റ്സ്, ഇന്റേണൽ ഓർഗൻ, ബ്ലഡ് വെസൽസ്. ഈ പറഞ്ഞ സെൻസസിനെ നമ്മൾ ഏത് ഭാഗം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് പറ്റും. ഓക്കെ, ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യുന്ന അതിനെ സ്വീകരിക്കാനായിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനറൽ സെൻസസ്. നോക്കിയേ, ചില അവയവങ്ങളിൽ അതല്ല, ത്വക്ക്, പേശികൾ, സന്ധികൾ, ആന്തരാവയവങ്ങൾ, രക്തക്കുഴലുകൾ എന്നിവയിലെ ഗ്രാഹികൾ തിരിച്ചറിയുന്ന സ്പർശം, വേദന, ചൂട്, മർദ്ദം, ഇതൊക്കെ എന്താണ്? പൊതുവായ സംവേദനങ്ങൾ. അതായത് എവിടെ വെച്ചാൽ ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ടച്ചിൽ, സ്കിന്നിൽ തൊട്ടാൽ നമ്മൾ അറിയുന്നുണ്ട് അല്ലെ, നമ്മുടെ കണ്ണിൽ തൊട്ടാൽ അറിയുന്നുണ്ട്, ചെവിയിൽ ഭാഗത്ത് തൊട്ടാൽ അറിയുന്നുണ്ട് ഇല്ലേ? അങ്ങനെ അതൊക്കെ എന്താണ്? അപ്പൊ എല്ലായിടത്തും അറിയാം. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊതുവായിട്ടുള്ളത് എന്ന് പറയും. അതായത് ജനറൽ സെൻസസ്. അതിന് ഏത് ഭാഗത്ത് വെച്ച്, ഇപ്പൊ പെയിൻ ആയാലും, പെയിൻ നമുക്ക് അറിഞ്ഞൂടെ? പെയിൻ നമുക്ക് കയ്യുമ്പോ വന്നാൽ പെയിൻ അറിയുന്നുണ്ട്, ചെവിട്ടിൽ വന്നാൽ, ഇനി ഉള്ളിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പെയിൻ അറിയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളെയും വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന, അതിനെ സ്വീകരിക്കാനായിട്ട് റിസപ്റ്റേഴ്സ് ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജനറൽ സെൻസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, വിഷൻ, ഹിയറിംഗ്, ടേസ്റ്റ്, സ്മെൽ. ഇത് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും വെച്ച് നമുക്ക് അറിയാൻ പറ്റും ഇല്ല. കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കണ്ണിൽ മാത്രമേ ഉള്ളൂ അല്ലെ. കണ്ണു വഴി മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ, അല്ലാതെ സ്കിൻ വഴി പറ്റുമോ? അതേപോലെ ഹിയറിംഗ്, കേൾവി, കേൾവി നമുക്ക് ചെവി അല്ലെ സഹായിക്കണം. വേറെ ഏതെങ്കിലും ഭാഗത്ത് കാലോട് കേൾക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല. മനസ്സിലായോ? അപ്പോ ഈ പറഞ്ഞ സ്റ്റിമുലസിനെ, ഇപ്പൊ ഈ സൗണ്ടിനെ സ്വീകരിക്കാനുള്ള സെല്ലുകൾ, റിസപ്റ്റേഴ്സ് എവിടെ മാത്രമേ ഉള്ളൂ? നമ്മുടെ ചെവിട്ടിൽ മാത്രമേ ഉള്ളൂ, ചെവിയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മാത്രം അറിയണത്. മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സ്പെഷ്യൽ സെൻസസ് ആണ്. അതായത് ഒരു ഭാഗം മാത്രമേ അത് എന്ത് ചെയ്യുന്നുള്ളൂ? തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നുള്ളൂ. വേറെ ഒരു ഭാഗത്തും അത് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചറിയാൻ പറ്റില്ല. സ്മെല്ല്, മണം നമുക്ക് മൂക്കുവഴി മാത്രമല്ലേ അറിയാൻ പറ്റുന്നുള്ളൂ. അതൊക്കെ എന്താണ്? അപ്പൊ സ്പെഷ്യൽ സെൻസസ് ആണ്. അതായത് അതൊക്കെ എന്താണ്? പ്രത്യേക സംവേദനങ്ങളാണ്. അപ്പൊ രണ്ട് ടൈപ്പ് സെൻസസ് ഉണ്ട്, അത് മനസ്സിലായില്ലേ? സ്പെഷ്യലും അതേപോലെ തന്നെ ജനറൽ സെൻസസും. അത് പഠിക്കുക. അടുത്തത് നോക്കിയടാ, stimuli are recognized by the body through specialized cells or nerve ending known as sensory receptors. നമ്മൾ പറഞ്ഞു ഈ വരുന്ന സ്റ്റിമുലസിനെ നമ്മുടെ ശരീരം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂ? അതിനെതിരെ പ്രതികരിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഈ വരുന്ന സ്റ്റിമുലസിനെ, ഉദ്ദീപനത്തിനെ തിരിച്ചറിയാൻ വേണ്ടി, റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരഭാഗങ്ങളിലും മറ്റുള്ള, അതായത് ശരീരഭാഗങ്ങളില് ഒരു പ്രത്യേക തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസോ അല്ലെങ്കിൽ നെർവ് എൻഡിങ്സോ ഉണ്ട്. വിവിധ തരം ഉദ്ദീപനങ്ങളെ ശരീരം തിരിച്ചറിയുന്നത് സവിശേഷ കോശങ്ങളോ നാഡികളുടെ അഗ്രഭാഗങ്ങളോ വഴിയാണ്. ഇവയാണ് ഗ്രാഹികൾ എന്നറിയപ്പെടുന്നത്. അതായത് സെൻസറി റിസപ്റ്റർ എന്ന് പറയും. സെൻസറി റിസപ്റ്റർ എന്നാണ് പറയുന്നത്. അതായത് ഈ വരുന്ന സ്റ്റിമുലസിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ ശരീരത്തിലെ പ്രത്യേക തരം കോശങ്ങളുണ്ട്. ആ കോശങ്ങളെയാണ് സെൻസറി റിസപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇനി എന്ത് ചെയ്യും? തിരിച്ചറിയണം അല്ലെ. അതായത് റിസപ്റ്റർ സ്വീകരിച്ചു. ഈ വരുന്ന സ്റ്റിമുലസിനെ റിസപ്റ്റർ എന്ത് ചെയ്യും? സ്വീകരിക്കും. റിസീവ് ചെയ്തതിന് ശേഷം അത് എന്തുണ്ടാക്കും? റിസപ്റ്ററുടെ പണി, ഗ്രാഹികളുടെ പണി എന്താന്ന് വെച്ചാൽ മെസ്സേജ് ഉണ്ടാക്കുക.
അതാണ് ആരുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസപ്റ്ററിന്റെ പണി. അതായത് അവിടെ ആരെങ്കിലും സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും, ഇവര് സ്റ്റിമുലേറ്റ് ചെയ്യും, ഉത്തേജിപ്പിക്കപ്പെട്ട് എന്ത് ചെയ്യും, ഇമ്പൾസസ് മെസ്സേജുകൾ ഉണ്ടാക്കും. അപ്പൊ അടുത്ത പണി എന്തായിരിക്കും നോക്കിയേ, റിസപ്റ്ററിന്റെ പണി എന്താണ്, ഇലക്ട്രിക് ഇമ്പൾസസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ റിസപ്റ്റേഴ്സ്. റിസപ്റ്റേഴ്സിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാവും. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ, മെസ്സേജസ് ഇമ്പൾസസ് ഏത് രൂപത്തിലാണ് പോകുന്നത്, ഇലക്ട്രിക് കറന്റ് രൂപത്തിലാണ്, നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകൾ മാറി മാറി പോകുന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ ഇലക്ട്രിക് ഇമ്പൾസസ് ആയിട്ടാണ് എന്ത് ചെയ്യണത്, കടന്നു പോകുന്നത്. അപ്പോ ആദ്യം എന്ത് ചെയ്യും, റിസപ്റ്ററിലേക്ക് സ്റ്റിമുലസിനെ റിസപ്റ്റർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യുക, റിസപ്റ്റർ അവിടെ എന്തുണ്ടാക്കും, ഇലക്ട്രിക് ഇമ്പൾസസ് മെസ്സേജുകൾ ഉണ്ടാക്കും. അതിനെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയും. എന്താണ്, റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്നാണ്. അതായത് വരുന്ന ഉദ്ദീപനങ്ങൾ അനുസരിച്ച്, ബാഹ്യമായിക്കോട്ടെ ആന്തരമായിക്കോട്ടെ, പുറത്തുനിന്നായിക്കോട്ടെ അകത്തുനിന്നായിക്കോട്ടെ, എവിടെന്നായാലും ഉദ്ദീപനങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഹികളിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, വൈദ്യുത സന്ദേശങ്ങൾ ഉണ്ടാക്കും. ഇതിനെയാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താണ്, റിസപ്റ്റർ പൊട്ടൻഷ്യൽ. അതിനുശേഷം ഈ റിസപ്റ്റർ പൊട്ടൻഷ്യലിന്റെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൂടും. ഇലക്ട്രിക് ഇമ്പൾസസ് അതിന്റെ ഹയർ കോൺസെൻട്രേഷനിലേക്ക് ആകുമ്പോൾ അത് പിന്നെ എവിടേക്കാണ് പാസ് ചെയ്യുക, നമ്മുടെ ന്യൂറോൺസിലേക്കാണ് എത്തുന്നത്. ആ ന്യൂറോൺസിലേക്ക് എത്തുന്നതിനെ ആ ഒരു ഇതിനെ പറയുന്നത് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാ പറയാം. എന്താ പറയാ, ആക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് ആദ്യം എന്ത് ചെയ്യും, റിസപ്റ്റർ പൊട്ടൻഷ്യൽ ഉണ്ടായി, അതിന്റെ ഹയർ കോൺസെൻട്രേഷൻ, അത് അതിന്റെ അളവ് അങ്ങോട്ട് കൂടും. ഹയർ കോൺസെൻട്രേഷനിലേക്ക് എത്തുമ്പോൾ നമ്മള് അവിടെ എന്ത് സംഭവിക്കും, നമ്മളെ അടുത്ത ഭാഗം ഏതാണ്, ന്യൂറോൺസ് ആണ് അല്ലെ. ന്യൂറോൺസിൽ എന്തുണ്ടാവും, ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഇമ്പൾസസ് ഉണ്ടാവും. അതായത് ഇത് കൂടുമ്പോൾ എന്തായാലും ന്യൂറോൺസിലേക്ക് പാസ് ചെയ്യുന്നതാണ്, ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. ഈ ആക്ഷൻ പൊട്ടൻഷ്യല് ആണ് പിന്നീട് എന്ത് ചെയ്യണത്, നമ്മുടെ ന്യൂറോൺസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എവിടേക്കൊക്കെ എത്തുന്നത്, നമ്മുടെ ബ്രെയിനിലേക്കൊക്കെ എത്തുന്നത്. ബ്രെയിനിലേക്ക് എത്തി ബ്രെയിൻ തിരിച്ചെന്ത് ചെയ്യും, തിരിച്ച് മെസ്സേജ് അയക്കൂലേ. റെസ്പോണ്ട് ചെയ്യണമെന്നെങ്കിൽ ബ്രെയിനിൽ നിന്ന് എന്ത് ചെയ്യണം, തിരിച്ച് റെസ്പോൺസ് വരണം. അതിനാവശ്യമായിട്ടുള്ള റെസ്പോൺസ് എന്ത് ചെയ്യും, ബ്രെയിൻ തിരിച്ചയക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, റെസ്പോൺസ് അവിടെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അത് ഇതിൽ പഠിക്കേണ്ട ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെൻസർ റിസപ്റ്റർ എന്താന്ന് പഠിക്കണം, അതേപോലെ നമ്മുടെ റിസപ്റ്റർ പൊട്ടൻഷ്യലും ആക്ഷൻ പൊട്ടൻഷ്യലും, ഇതാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതിന്റെ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിക്ചർ നോക്കി വെച്ചോളൂ. റിസപ്റ്റർ അടയാളപ്പെടുത്താനായിട്ട് പഠിച്ചിരിക്കണം. ഓരോ ഭാഗങ്ങളും എവിടെയാണ് ആക്ഷൻ പൊട്ടൻഷ്യലും അതേപോലെ റിസപ്റ്റർ പൊട്ടൻഷ്യലും എവിടെയാണെന്ന് അറിഞ്ഞിരിക്കാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ചു തരും. മനസ്സിലാവുന്നുണ്ടാ, അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ ന്യൂറോൺസിലാണെങ്കിൽ അത് എന്തായിരിക്കും, ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. റിസപ്റ്ററിലാണെങ്കിൽ അത് എന്തായിരിക്കും, റിസപ്റ്റർ പൊട്ടൻഷ്യൽ. പേരുകൾ ഓർത്തു വെക്കുക, പിക്ചർ ഓർത്തു വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതാനൊക്കെ പറയും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, ശ്രദ്ധിച്ച് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയാടാ, ഓരോ ഗ്രാഹികളും അതിനനുസരിച്ച് ഉദ്ദീപനം. മനസ്സിലായ? ഓരോ ഉദ്ദീപനത്തെയും ഓരോ സ്റ്റിമുലസിനെയും സ്വീകരിക്കുന്ന റിസപ്റ്ററിന്റെ പേരുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കിയേ, കണ്ണിലുള്ള റിസപ്റ്ററിന്റെ പേരെന്താണ്, പേര് പഠിച്ചിരിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ റിസപ്റ്ററിന്റെയും പേര് പഠിച്ചു വെക്കണം. നോക്കിയേ, ഫോട്ടോ റിസപ്റ്റർ, കണ്ണിലുള്ള റിസപ്റ്ററിന്റെ പേരെന്താണ്, ഫോട്ടോ റിസപ്റ്റർ എന്നാണ്. ഇനി എന്താണ് സ്റ്റിമുലസ്, കണ്ണിലേക്ക് വരുന്ന ഉദ്ദീപനം, ലൈറ്റ് ആണ്. അവിടെ തന്നെ സ്റ്റിമുലസ് എന്താണ്, ലൈറ്റ് ആണ്. ഇനി ചെവി, ഇയറിലാണെങ്കിൽ അത് എന്തായിരിക്കും, ഓഡിറ്ററി റിസപ്റ്റർ. എന്താണ്, ഓഡിറ്ററി റിസപ്റ്റർ ആണ്. അതായത് ശബ്ദഗ്രാഹി. മറ്റോടത്ത് പ്രകാശഗ്രാഹി, ഇവിടെ വരുമ്പോ എന്താണ്, ശബ്ദഗ്രാഹിയാണ്. നോക്കിയേ, ശബ്ദത്തെയാണ് അത് എന്ത് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. ഇനി അടുത്ത നോക്ക്, നാക്ക്, ടങ്കിലേതാണ്, കീമോ റിസപ്റ്റേഴ്സ്, അതായത് രാസഗ്രാഹികൾ എന്ന് പറയും. അതെന്തായിരിക്കും, സ്വാദുകണികള്, ടേസ്റ്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അതായത് ടേസ്റ്റിന് കാരണക്കാരനായിട്ടുള്ള വസ്തുക്കൾ. ഇനി മൂക്കിലാണെങ്കിൽ, നോസിലാണെങ്കിൽ ഏതായിരിക്കും, ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ്, ഗന്ധഗ്രാഹികളാണ് അല്ലെ. അതെന്തായിരിക്കും, ഗന്ധകണികകള്, ഓൾ ഫാക്ടറി സബ്സ്റ്റൻസ്, അതായത് മണത്തിന് കാരണമായിട്ടുള്ള പാർട്ടിക്കിൾസ്, അതായിരിക്കും ആര് റിസീവ് ചെയ്യണത്, ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യണത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ 1 മാർക്കിനുള്ള ചോദ്യങ്ങളായിട്ടൊക്കെ വരാം കേട്ടാ. അപ്പൊ ഇത് എന്തായാലും പഠിച്ചു വെക്കുക. ഈ ബോക്സ് എന്ത് ചെയ്യാ, ഓരോ അവയവങ്ങളിലുള്ള റിസപ്റ്ററും അത് സ്വീകരിക്കുന്ന സ്റ്റിമുലസിനെയും പഠിച്ചു വെക്കണം കേട്ടാ. അടുത്ത നോക്കിയേ, അടുത്ത നമ്മൾ കണ്ണിനെ കുറിച്ചാണ് പഠിക്കാൻ പോണം. ആദ്യത്തെ സെൻസ് ഓർഗൻ ഏതാണ്, കണ്ണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടാ. ഇവിടെ നോക്കിയേ, കണ്ണ് എങ്ങനെയാണ്, ഹൗ ആർ അവർ ഐസ് പ്രൊട്ടക്റ്റഡ്, കണ്ണുകൾ സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെ. അതായത് നമുക്കറിയാം, നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവയവങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കണ്ണ് വഴിയാണ് നമ്മുടെ ചുറ്റുപാടിലെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏതാണ്, നമ്മളെ കണ്ണ് വഴിയാണ് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് കണ്ണില്ലാതെ ഒന്ന് നമ്മളെവിടെ നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ആ കാഴ്ചയില്ലാത്ത ആളുകളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളെക്കാൾ സ്മാർട്ടായിട്ട് അവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കാം കേട്ടാ, നമ്മള്
കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ ശരീരം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളും പ്രൊട്ടക്ട് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ശരീരം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദേ നമ്മുടെ കണ്ണ്. ഒന്നാമത്തെ കാര്യം എന്താണ്, ദേ ഈ അസ്ഥികൂടത്തിന്റെ 2 കുഴികൾ കാണുന്നുണ്ട്. ഈ 2 കുഴികളിലല്ലേ നമ്മുടെ കണ്ണിരിക്കുന്നത്. ആ കുഴിനെ വിളിക്കുന്ന പേരാണ് ഐ സോക്കറ്റ്, നേത്ര കോടരം എന്ന് പറയും. അതായത് നമ്മുടെ തലയോടിനുള്ളില് 2 കുഴികളുണ്ട്. ആ കുഴികളിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ കണ്ണുകൾ ഇരിക്കുന്നത്. ആ കുഴിനെയാണ് എന്തെന്ന് പറയുന്നത്, ഐ സോക്കറ്റ് അല്ലെങ്കിൽ നേത്രകോടരം. അപ്പൊ അതിലാണ് എന്ത് ചെയ്യണം, ഒന്നാമത്തെ കാര്യം പറയുന്നത് പ്രൊട്ടക്ഷൻ. അതിനുള്ളിലാണ് ഈ സാധനത്തിനെ ഇറക്കി വെച്ചിരിക്കുന്നത് കണ്ണിന്. ഇനി അടുത്തെന്താണ്, വെറുതെ ഇങ്ങനെ വെച്ചിരുന്നാൽ അവിടെ ഇരിക്കുവോ, ഇല്ല അല്ലെ, അതിനവിടെ ഫിക്സ് ചെയ്ത് വെക്കണം അല്ലെ, പിടിച്ചു നിർത്തണം. അതിന് സഹായിക്കുന്ന മസിലാണ് ഐ മസിൽസ്. നേത്രപേശികൾ, ആ പിക്ചറിൽ കാണുന്നുണ്ട് കണ്ടാ, നേത്രപേശികൾ നമ്മുടെ കണ്ണിനെ എന്ത് ചെയ്യണം, പറഞ്ഞ ഐസോക്ക് നേത്രകോട കുഴികളിൽ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്ത് പിടിച്ചു നിർത്തണം. അതേപോലെ തന്നെ ഐ മസിൽസ് ആണ് നമ്മുടെ കണ്ണിന്റെ മൂവ്മെന്റ്. നമ്മളെ കണ്ണങ്ങോട്ട് കിടന്ന് തിരിയുന്നില്ലേ, ആ മൂവ്മെന്റിനെ സഹായിക്കുന്നത് ഏത് മസിൽസ് ആണ്, ഈ പറഞ്ഞ ഐ മസിൽസ് ആണ്. അടുത്ത നോക്കിയേ, അത് മാത്രമല്ല പിന്നെ എന്തുണ്ട്, ഐലിഡ്സ് ഉണ്ട്, ഐലേഷൻസ് ഉണ്ട് അല്ലെ, കൺപോളകൾ. ഈ ഭാഗം നമ്മൾ കണ്ണടയ്ക്കണ ഭാഗം അല്ലെ, ഇതാണ് കൺപോള എന്ന് പറയുന്നത്. കൺപീലി എന്ന് പറയാൻ അറിയാലോ, നമ്മുടെ പീലികൾ, കൺപീലികൾ. ഓക്കെ, അപ്പൊ കൺപോളകളും കൺപീലികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സംരക്ഷിക്കുന്നത് എന്താണ്, പുറത്തു നിന്നുള്ള പൊടിപടലങ്ങളിൽ നിന്നും മറ്റ് അന്യ വസ്തുക്കളിൽ നിന്നും, ഫോറിൻ പാർട്ടിക്കിൾസിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കണ്ണിനെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഐലിഡ്സിന്റെയും ഐലാഷസിന്റെയും. മനസ്സിലായില്ലേ, ഇതാണ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നോക്കിയേ, അടുത്തത് ഐലിഡും അതേപോലെ ലാക്രിമൽ ഗ്ലാൻഡ്. ഐലിഡിന്റെ ഉള്ളിലായിട്ട് ഒരു ഗ്രന്ഥി കാണപ്പെടുന്നുണ്ട് കേട്ടാ, അതാണ് നമ്മുടെ കൺജങ്ക്റ്റീവ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ആണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഒരു കാര്യം പറയട്ടെ, ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പിക്ചറും ഇമ്പോർട്ടന്റ് ആണ്, അത് അടയാളപ്പെടുത്താൻ അടക്കം പഠിക്കണം. ഓക്കെ, ചിത്രം തന്നിട്ടായിരിക്കും നമ്മളോട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ചിലപ്പോൾ അടയാളം ലേബൽ ചെയ്യാൻ പറയും, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് അതിന്റെ ഫങ്ഷൻസ് ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ ചിത്രങ്ങളാണോ തന്നിട്ടുള്ളത്, ആ എല്ലാ ഡയഗ്രാംസും നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അടയാളപ്പെടുത്താനും തിരിച്ചറിയാനൊക്കെ പഠിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയാടാ, അടുത്ത 2 ഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തതാണ് കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. കൺജങ്ക്റ്റീവ ഈസ് ദ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഐ ഇൻക്ലൂഡിംഗ് ദ ഐലിഡ്സ് എക്സെപ്റ്റ് ദ കോർണിയ. കോർണിയനെ ഒഴിച്ചുള്ള ഭാഗം. നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പിക്ചർ നമുക്ക് നോക്കാം. നോക്കിയാടാ, ഏറ്റവും ഇതാണ് കോർണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പുറമേയുള്ള ഭാഗം കേട്ടാ, കോർണിയ ട്ടാ. ഈ കോർണിയനെ ഒഴിച്ച്, ഇത് നമ്മുടെ ഐലിഡ് ആണ്, ഇത് ഐലിഡ് ആണ്. ഇതിന്റെ ഉള്ളിലേക്കായിട്ടാണ് കേട്ടാ, ഇതിന്റെ ഉള്ളിലായിരിക്കും എന്തിരിക്കുക, നമ്മുടെ കൺജങ്ക്റ്റീവ് ഇരിക്കുക. കൺജങ്ക്റ്റീവ ഇതാണ് കണ്ണിന്റെ മുൻഭാഗം. ഇത്രയും ഭാഗമല്ല കണ്ണിന്റെ മുൻഭാഗത്തെ, നമ്മൾ ഈ കാണുന്ന പകുതി ഭാഗമാണ് ഈ കാണുന്നത്. ഈ കണ്ണിന്റെ മുൻഭാഗത്തെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ഐലിഡിന്റെ ഉള്ളിലായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ അത് എവിടേക്ക് വരുന്നില്ല, കോർണിയയുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നില്ല. ഇതാണ് കോർണിയ, ഈ ഒരു പോർഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ കോർണിയ എന്ന് പറയുന്നത്. ഈ കോർണിയയുടെ ഭാഗത്തേക്ക് എന്ത് വരുന്നില്ല, ഈ കൺജങ്ക്റ്റീവ വരുന്നില്ല. അപ്പോ നമ്മുടെ കണ്ണിന്റെ മുൻഭാഗത്തെ കവർ ചെയ്ത് കാണപ്പെടുന്ന കോർണിയ ഒഴികെ കൺപോളകൾ ഉൾപ്പെടെയുള്ള കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് എന്തെന്ന് പറഞ്ഞാല് നേത്രാവരണം അല്ലെങ്കിൽ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. അത് കോർണിയയുടെ ഭാഗത്തേക്ക് വരുന്നില്ല. ആ ഒരു പോയിന്റ് മാത്രം നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതി. കോർണിയയുടെ ഭാഗത്തേക്ക് വരുന്നില്ല, ബാക്കി കണ്ണിന്റെ മുൻഭാഗത്തെ പൊതിഞ്ഞു കാണുന്ന ഒരു മെംബ്രെയിൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. അതിന്റെ ഫങ്ഷൻസ് ചോദിക്കും, ധർമ്മങ്ങൾ. കൺജങ്ക്റ്റീവ എന്താന്ന് ചോദിച്ചാൽ ഇത് എഴുതണം. ഇനി എന്താണ് അതിന്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് എന്താന്ന് ചോദിച്ചാല് കൺജങ്ക്റ്റീവ ടു പ്രൊട്ടക്ട് ദ ഐ, കണ്ണിനെ സംരക്ഷിക്കേണ്ടതാണ്. എന്തൊക്കെയാണ്, കീപ് ഇറ്റ് മോയിസ്റ്റ് ആൻഡ് ലൂബ്രിക്കേറ്റഡ്. എന്തായിരിക്കും, കണ്ണിനെ സംരക്ഷിക്കുക, ഈർപ്പമുള്ളതും വഴുവഴുപ്പുള്ളതുമാക്കുക. നമ്മുടെ കണ്ണിൽ എപ്പോഴും എന്താണ്, ഒരു നനവുള്ള ടൈപ്പ് ആണല്ലേ. നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്കറിയാം ചെറിയൊരു നനവുണ്ടാവും. അതായത് കണ്ണിനെ എപ്പോഴും എന്ത് ചെയ്യണം, നനവുള്ളതും അതുപോലെ വഴുവഴുപ്പുള്ളതാക്കി മാറ്റണം. നമ്മുടെ കണ്ണ് ഡ്രൈ ആയി പോവാതെ സൂക്ഷിക്കുക. ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ ടിഷ്യൂസും സെല്ലുകളൊക്കെ എന്ത് ചെയ്യും, നശിച്ചു പോകും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അതിനെ എന്ത് ചെയ്യണം, മോയിസ്റ്റ് ആക്കണം, നനവുള്ളതാക്കി മാറ്റുക. പിന്നെ പൊടി, രോഗാണുക്കൾ, മറ്റ് പദാർത്ഥങ്ങൾ എന്നിവ കണ്ണിലേക്ക് കടക്കുന്നത് തടയുക എന്നിവയാണ് ഇതിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെ തടയും, പ്രിവെന്റ് ഡസ്റ്റ്, ജേംസ് ആൻഡ് അതർ പാർട്ടിക്കിൾസ് ഫ്രം എന്ററിംഗ് ദ ഐ, അല്ലെ, കണ്ണിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് തടയുക. അതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺജങ്ക്റ്റീവയുടെ ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത വേറൊരു ആളുണ്ട്, നമ്മുടെ ലാക്രിമൽ ഗ്ലാൻസ്, അതായത് കണ്ണുനീർ ഗ്രന്ഥികൾ.
അപ്പോ ലാക്രിമൽ ഗ്ലാൻസിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ നമുക്കറിയാം. എന്താണ്? ടിയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക, കണ്ണുനീരിനെ പ്രൊഡ്യൂസ് ചെയ്യുക, ഉണ്ടാക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥി, ലാക്രിമൽ ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് മെയിൻ ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണുനീരിനെ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഈ കണ്ണുനീരിന്റെ ധർമ്മം എന്താണ്? കണ്ണുനീര് വെറുതെ വരുന്നതാണ്. നമുക്ക് വിഷമം വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? കരയും. അതല്ലാതെ നമ്മളെ കണ്ണിലേക്ക് എന്തെങ്കിലും പോയി കഴിഞ്ഞാലോ എന്തെങ്കിലും തട്ടിയാലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണീന്ന് വെള്ളം വരും അല്ലെ? നമുക്ക് നമ്മൾ വിഷമം ഉണ്ടായിട്ടാണ് കരയണത്? അല്ല. അപ്പൊ എന്തായിരിക്കും കണ്ണുനീര് വരുന്നത്? അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവും. കണ്ണുനീരിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്ത് പറയണം? കീപ്പിംഗ് ദ സർഫസ് ഓഫ് ദ ഐ മോയിസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺജങ്ക്റ്റീവ് പറഞ്ഞില്ലേ? മോയിസ്റ്റ് ആക്കണം, നനവുള്ളതാക്കി മാറ്റണം. പിന്നെന്താണ്? പ്രൊവൈഡിങ് ന്യൂട്രിയൻസ് ആൻഡ് എലിമിനേറ്റിംഗ് വേസ്റ്റ് മെറ്റീരിയൽസ്. അതായത് കണ്ണിലെ ടിഷ്യൂസിന് എന്ത് കൊടുക്കുന്നുണ്ട്? ന്യൂട്രിയൻസും കൊടുക്കുന്നുണ്ട്. അതേപോലെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? എന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ കണ്ണിലേക്ക് എന്തെങ്കിലും പൊടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കണ്ണിന്ന് വെള്ളം വരില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ആ വേസ്റ്റിനെ കഴുകി കളയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായ? അപ്പൊ അതിന് എന്ത് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ടിയേഴ്സ്, കണ്ണുനീര് സഹായിക്കുന്നുണ്ട്. ഇനി ദ എൻസൈംസ് കോൾഡ് ലൈസോസൈം. ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇത് പഠിച്ചു വെച്ചോളാം. അതായത് നമ്മുടെ കണ്ണുനീരില് ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന്റെ പേരാണ് ലൈസോസൈം എന്ന് പറയുന്നത്. എന്താണ്? ലൈസോസൈം. അത് ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അതായത് ഇൻഫെക്റ്റന്റ് പ്രോപ്പർട്ടി, അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ, അതായത് പ്രൊട്ടക്ട് ഫ്രം ഇൻഫെക്ഷൻസ്. ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണുബാധയാണ് അല്ലെ? നമ്മുടെ കണ്ണിലേക്ക് പലതരത്തിലുള്ള രോഗാണുക്കളും വരുന്നുണ്ട് അല്ലെ? നമ്മുടെ കണ്ണിന് രോഗമില്ലാതെ രോഗാണുക്കളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എൻസൈം ആണ് ഇത്, ലൈസോസൈം. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കണ്ണുനീരിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ ഈ 2 പോയിന്റ് ആണ് എഴുതേണ്ടത്. ലാക്രിമൽ ഗ്ലാൻഡിന്റെ ആണെന്ന് ചോദിച്ചാല് എന്ത് എഴുതാം? ടിയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും, കണ്ണീരിനെ പ്രൊഡ്യൂസ് ചെയ്യും ലാക്രിമൽ ഗ്ലാൻഡ്. ബാക്കി 2 പോയിന്റ് എന്താണ്? നമ്മുടെ കണ്ണുനീരിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ടിയേഴ്സിന്റെ ഫംഗ്ഷൻ. അടുത്ത നോക്കിയാൽ നമുക്ക് ഭാഗങ്ങൾ. ഈ ചിത്രം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും ഇത് മലയാളം മീഡിയത്തിന്റെയും വാക്കുകൾ. ഇത് രണ്ടും, അതായത് ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എന്തായാലും ചോദിക്കും. വരയ്ക്കാനുണ്ടാവും, റീഡ്രോ ഉണ്ടാവും കേട്ടാ. റീഡ്രോ ഉണ്ടാവും. അപ്പൊ ഓരോ ഭാഗങ്ങളും നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക? വരച്ച് പഠിക്കുക. അതായത് എക്സാമിന്റെ അന്ന് പോയിട്ട് ആ എക്സാമിന്റെ ആൻസർ ഷീറ്റിൽ മാത്രം വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യാ? വരച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ വരച്ച് പഠിക്കുക. വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് പഠിക്കണം. നോക്കിയേ, അപ്പൊ നമുക്ക് ഓരോന്നും നോക്കാം. ലെയേഴ്സ് നോക്കാം കേട്ടാ. കണ്ണിന്റെ ലെയേഴ്സ് ആണ് നോക്കണം. ഒന്നാമത്തതാണ് നമ്മുടെ സ്ക്ലീറ എന്ന് പറയും. ഇപ്പൊ നോക്കിയേ, ഇതേടാ ഏറ്റവും പുറമേയുള്ള ലെയർ ട്ടാ. ഏറ്റവും പുറമേയുള്ള ലെയർ ആണ് നമ്മുടെ സ്ക്ലീറ എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര കലാകാരി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വരയ്ക്കും അല്ലേ? എന്റെ പിള്ളേർക്കൊക്കെ അറിയാം. ഇല്ലാട്ടടാ, അതെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ നിങ്ങൾ. ഇതാണ് എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ഏറ്റവും പുറമേ ഉള്ള ലെയർ. സ്ക്ലീറ എന്നുണ്ട പറയാ. അതായത് ദൃഢപടലം എന്ന് പറയും. ഏറ്റവും പുറമേ ഉള്ള ലെയർ കേട്ടാ. ഇതാണ് സ്ക്ലീറ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ദൃഢപടലം എന്ന് പറയും. ദൃഢപടലം മലയാളം മീഡിയത്തില് സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. ഇതില് ബോക്സ് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ആ ബോക്സ്. ആ ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്. ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്, അവിടെ എഴുതി വെച്ചോ. ബോക്സ് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ചോദിക്കും. ആ ഭാഗം നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഔട്ടർ ലെയർ ആണ്. ഏറ്റവും പുറമെയുള്ള ലെയർ ആണെന്ന് അറിയാം അല്ലെ? ഔട്ടർ ലെയർ ആണ്. ഫംഗ്ഷൻ ചോദിച്ചാല് സ്ക്ലീറയുടെ ഫംഗ്ഷൻ എന്താണ്, ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പോയിന്റ് ആണ് എഴുതേണ്ടത്. പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു ഐ. എന്താണ്? കണ്ണിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നു. അതാണ് ആരുടെ പോയിന്റ്? അതായത് സ്ക്ലീറയുടെ ഫംഗ്ഷൻ ചോദിച്ചാൽ. സ്ക്ലീറയുടെ ഫംഗ്ഷൻ എന്താണ്? ഏറ്റവും പുറമേ ഉള്ള ലെയർ ആണ് അല്ലെ? അതെന്ത് ചെയ്യുന്നുണ്ട്? കണ്ണിന് നല്ല ദൃഢതയും നല്ല ബലവും അല്ലെ, ഫേംനെസ്സും, അതേപോലെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് എന്തെന്ന് പറഞ്ഞാൽ സ്ക്ലീറ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലെയർ. 3 ലെയേഴ്സ് ആണ് നമ്മുടെ കണ്ണിനുള്ളത്.
രണ്ടാമത്തെ ലെയർ ആണ് കൊറോയിഡ്, മിഡിൽ ലെയർ, അതായത് രക്തപടലം എന്ന് പറയും. കൊറോയിഡ് അല്ലെങ്കിൽ രക്തപടലം എന്നാണ് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഇന്നർ ലെയർ ഓഫ് റെട്ടിന. അതായത് റെട്ടിനരെ ഇന്നർ ആന്തര ലെയറിനെ, റെട്ടിനയ്ക്ക് ദൃഷ്ടിപടലത്തിന് പോഷകവും ഓക്സിജൻ എന്തൊക്കെ കൊടുക്കണം? ദൃഷ്ടിപടലം എന്ന് പറയുന്നത് നമ്മുടെ റെട്ടിനയാണ് കേട്ടാ. റെട്ടിനയ്ക്ക് എന്ത് കൊടുക്കണം? പോഷകങ്ങളും അതിനാവശ്യമായിട്ടുള്ള ഓക്സിജൻ ഒക്കെ കൊടുക്കുക. അതേപോലെ അവിടുത്തെ ടെമ്പറേച്ചർ, ഊഷ്മാവും എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്, ക്രമീകരിക്കുന്നുണ്ട്. ഇതാണ് കൊറോയിഡ് ചെയ്യുന്നത്. അപ്പൊ കൊറോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മിഡിൽ ലെയർ ആണ്. ദേ നോക്കിക്കോളൂ ട്ടാ. കൊറോയിഡ്, അയ്യോടാ, കൊറോയിഡ് വരയ്ക്കാം കേട്ടാ ടീച്ചറെ. കൊറോയിഡ് അണ്ട വരയ്ക്കുന്നത്. ഇതാണ് കൊറോയിഡ്. കൊറോയിഡ് എന്താണ്? മിഡിൽ ലെയർ ആണ്. നടുക്കുള്ള ലെയർ ആണ് മിഡിൽ ലെയർ, കൊറോയിഡ്. കൊറോയിഡ്, കൊറോയിഡ് രക്തപടലം എന്ന് പറയും. രക്തപടലം എന്നാണ് പറയണത്. നോക്കിയേ, ഇവിടെ ശ്രദ്ധിക്കും. ഈ കൊറോയിഡ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, കൊറോയിഡ് ഇന്നർ ലെയർ ആയിട്ടുള്ള റെട്ടിനയ്ക്ക് അതിനാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും ഓക്സിജനും ഒക്കെ കൊടുക്കുന്നേ. ഇതാണ് ഈ റെഡ് കൊണ്ട് വരയ്ക്കുന്നതാണ് എന്ത്? റെട്ടിന എന്ന് പറയുന്നത്. റെട്ടിന ട്ടാ. റെട്ടിന ഉണ്ട് ഉള്ളിൽ വരയ്ക്കുന്നത്. റെട്ടിന ട്ടാ. ഈ റെഡ് കൊണ്ട് വരയ്ക്കുന്നതാണ് റെട്ടിന എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഏറ്റവും പുറമേ ഉള്ളത് എന്താണ്? സ്ക്ലീറ. നടുക്കുള്ളത് എന്താണ്? കൊറോയിഡ്. ഏറ്റവും ഉള്ളിലത്തെ ലെയർ ആണ് ഏതെന്ന് പറഞ്ഞാല് റെട്ടിന. അപ്പൊ റെട്ടിനയ്ക്ക് നോക്കിയേ, റെട്ടിനയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും പോഷകങ്ങളും പിന്നെ അതേപോലെ ഓക്സിജനും ഒക്കെ കൊടുക്കുന്നത് ഏത് ലെയർ ആയിരിക്കും? അത് കൊറോയിഡ് ആണ്. അതേപോലെ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ, ഊഷ്മാവിനെ നിയന്ത്രിക്കുന്നതും ക്രമീകരിക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ ഈ പറഞ്ഞ കൊറോയിഡ്, രക്തപടലം തന്നെയാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ലെയർ ഏതായിരുന്നു നമ്മ പറഞ്ഞത്? മൂന്നാമത്തെ ലെയർ ഏതാ പറഞ്ഞത്? അത് റെട്ടിനയാണ് അല്ലെ, ഏറ്റവും ഉള്ളിലത്തെ ലെയർ. അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയാം? അവിടെയാണ് എന്തുള്ളത്? ഫോട്ടോ റിസെപ്റ്റേഴ്സ്, പ്രകാശഗ്രാഹി കോശങ്ങളുള്ള ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയണം? അത് നമ്മുടെ റെട്ടിനയെ മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്ക്ലീറിയയിലോ കൊറോയിഡിലോ ഇങ്ങനെ നമ്മ പറഞ്ഞ ഇല്ല, അവിടെ ഒന്നും ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇല്ല. പ്രകാശഗ്രാഹി കോശങ്ങൾ എവിടെ മാത്രമേ ഉള്ളൂ? അത് നമ്മുടെ റെട്ടിനയിൽ മാത്രമേ ഉള്ളൂ. ഇനി ഇമേജ് ഫോം ചെയ്യണത് ഫംഗ്ഷൻ ചോദിച്ചാൽ എന്ത് പറയാം? ഒന്ന് ഫോട്ടോ റിസെപ്റ്റർ സെൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇമേജ് ഉണ്ടാവുകയുള്ളൂ, പ്രതിബിംബം ഉണ്ടാവുകയുള്ളൂ. ഇമേജ് ഫോം ചെയ്യണ എവിടെ മാത്രമാണ്? റെട്ടിനയിലാണ്, ദൃഷ്ടിപടലത്തിൽ മാത്രമാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. അടുത്തത് ഓരോ ഭാഗങ്ങളുണ്ട്, അതായത് ഓരോ ലെയറിനും അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ നോക്കിയേ, സ്ക്ലീറ. സ്ക്ലീറയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കോർണിയയാണ് സ്ക്ലീറയുടെ ഭാഗം. സ്ക്ലീറയുടെ ഭാഗം ഏതാണ്? കോർണിയ. ഈ ഒരു ഭാഗം, ഏറ്റവും പുറമേ ഉള്ള ഭാഗത്തിനെയാണ് എന്തെന്ന് പറയണത്? ഈ സ്ക്ലീറ മുന്നോട്ട് വരും, കണ്ണിന്റെ മുൻഭാഗത്തെ പോർഷൻ ട്ടാ. സ്ക്ലീറ കണ്ണിന്റെ ഈ മുൻഭാഗം, ഈ തള്ളി നിൽക്കുന്ന ഭാഗം കണ്ടില്ലേ? ഇതാണ് എന്തെന്ന് പറഞ്ഞാല് കോർണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോർണിയ. ഇത് സ്ക്ലീറയുടെ ഭാഗമാണല്ലോ അല്ലെ. ഈ ഔട്ടർ ലെയർ മുന്നോട്ട് വന്നിട്ട് ഒന്ന് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഭാഗം, ഇതാണ് എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ കോർണിയ എന്ന് പറഞ്ഞത്. കോർണിയയുടെ ഫംഗ്ഷൻ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. കോർണിയയുടെ ഫംഗ്ഷൻ ചോദിച്ചാൽ ഇതാണ് കേട്ടോ. എന്താണ്? ദ ട്രാൻസ്പാരന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഐ. കണ്ണിന്റെ എന്താണ്? സുതാര്യമായ മുൻഭാഗം. കണ്ണിന്റെ സുതാര്യമായ മുൻഭാഗം
എന്താണ്? പ്രകാശം കടത്തിവിടുന്നതായിരിക്കുമല്ലോ അല്ലെ? സുതാര്യം അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം കടത്തിവിടുന്ന ഭാഗമാണ്. മനസ്സിലായ? അതിന്റെ ഫങ്ഷൻ ട്രാൻസ്പെറന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ ഐ, കണ്ണിന്റെ അലൗസ് ലൈറ്റ് ടു എൻറ്റർ ദ ഐ. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? കണ്ണിലേക്ക് പ്രകാശത്തെ പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ കോർണിയർ ഫംഗ്ഷൻ. അതായത് കോർണിയർ ഉള്ളിൽ കൂടിയാണ് എന്ത് ചെയ്യണത്? പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് കടക്കുന്നത്. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി അടുത്തത് നോക്കിയാടാ. അടുത്തത് കൊറോയിഡ്. കൊറോയിഡിന് മൂന്ന് ഭാഗങ്ങളുണ്ട് കൊറോയിഡിന്. ഏതൊക്കെയാണ് നോക്കിയേ? ഒന്ന് സീലിയറി മസിൽസ്, പിന്നെ ഐറിസ്, കോൺവെക്സ് ലെൻസ്. 3 ഭാഗങ്ങളാണുള്ളത്. ഇനി നോക്കിയേ, സീലിയറി മസിൽസ്, സീലിയറി പേശികൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ദ കർവേച്ചർ ഓഫ് ലെൻസ്. ലെൻസിന്റെ കർവേച്ചർ, വക്രത, ലെൻസിന്റെ ഡയമീറ്റർ എന്നൊക്കെ പറയും അല്ലെ? അതെന്ത് ചെയ്യും? അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ സീലിയറി മസിൽസ് എന്ന് പറയുന്നത്. ഇനി ഐറിസ് നോക്കിയേ. ഐറിസ്, 2 types of muscles in the iris regulate the size of the pupil depending on the intensity of light. അതായത് ലൈറ്റിന്റെ തീവ്രതയ്ക്കനുസരിച്ച്, ലൈറ്റിന്റെ അളവിനനുസരിച്ച്, പ്രകാശത്തിന്റെ അളവിനനുസരിച്ചാണ് എന്ത് ചെയ്യണത്? നിയന്ത്രിക്കുന്നത്. നമുക്കറിയാതെ ഈ ഒരു പിക്ചർ നോക്കിയാൽ മതി. നിങ്ങൾ നമ്മള് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവൂല. ഇവിടെ നോക്കിയേ, ഇതിൽ ഞാൻ അടയാളപ്പെടുത്താട്ടെ ഏതൊക്കെയാണെന്ന്. ഇതാണ് നമ്മുടെ ഈ നീല കളർ ഇങ്ങനെ കാണില്ലേ? ഇതാണ് ഐറിസ് എന്ന് പറയുന്നത്. ഇനി ഇത് കണ്ട, ഇതാണ് നമ്മുടെ സീലിയറി പേശികൾ, സീലിയറി മസിൽസ്. ഇനി വേറൊരാളുണ്ടല്ലോ നമുക്ക് നമ്മുടെ കണ്ണില്. ഏതാണ്? ലെൻസ് ഉണ്ട് അല്ലെ? ഇത് വരച്ചാ കാണുമോ നോക്കണം. കാണുന്നുണ്ടാടാ? ഇല്ല അല്ലെ? വേണ്ട, നമുക്ക് ബ്ലാക്ക് കൊണ്ട് തന്നെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലെൻസ് ലെൻസിന് എന്ത് ചെയ്യണ്? സീലിയറി പേശികളേക്ക് എന്ത് ചെയ്യണ്? കണക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഒരു നൂല് പോലെ ഒരു ഭാഗം ഉണ്ടാവും. അതിനെ നമ്മൾ ലിഗമെന്റ്സ് എന്ന് പറയാട്ടാ. ലെൻസിന് സീലിയറി മസിൽസിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്ന ഒരു നൂല് പോലുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റും. ആ ഭാഗത്തിനെ വിളിക്കുന്ന പേര് ലിഗമെന്റ്സ് എന്നാണ്. അപ്പൊ ലെൻസിന് ലിഗമെന്റ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സീലിയറി മസിൽസിലേക്ക് കണക്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നമ്മളിപ്പോ പഠിക്കുന്ന എന്ത് ഭാഗമാണ്? നമ്മുടെ കൊറോയിഡിന്റെ സീലിയറി മസിൽസ്. നമുക്ക് മനസ്സിലായില്ലേ? സീലിയറി മസിൽസ് ആണ് ലെൻസിന്. നോക്കിയേ, ഈ സീലിയറി മസിലാണ് എന്ത് ചെയ്യണേ? ലെൻസിന്റെ കർവേച്ചർ, വീതി, ഡയാമീറ്റർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അടുത്തത് ഐറിസ് ആണ്. ഈ ഐറിസ് ഇത് നമ്മുടെ കണ്ണിന്റെ മുറിച്ചു വെച്ചിരിക്കുന്ന പോർഷനാണ് ഈ കാണുന്നത്. ശരിക്കും നമ്മുടെ ഐബോൾ എങ്ങനെയാണ്? ഒരു ബോൾ പോലെയാണ്. നമ്മുടെ കണ്ണെങ്ങനെ ഉരുണ്ടിരിക്കും അല്ലെ? ഒരു ബോൾ പോലെ സാധനമാണ്. ഇതിങ്ങനെ മുറിച്ചു വെച്ചിരിക്കുന്ന പോർഷനാണ് നമ്മൾ ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടാ. അപ്പൊ ഐറിസ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐറിസ് നമ്മുടെ ഇതേപോലെയാണ് ഐറിസ്. നമ്മുടെ കണ്ണിന്റെ ഈ വട്ടമില്ലേ, വലിയ വട്ടം, ഈ വലിയ വട്ടത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐറിസ് എന്ന് പറയുന്നത്. അതിന്റെ നടുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുഞ്ഞു വട്ടമുണ്ട്. അതിനെ പ്യൂപ്പിൾ എന്ന് പറയും. ഇതാണ് പ്യൂപ്പിൾ. ഐറിസിന്റെ നടുക്കുള്ള ഹോൾ, അപ്പേർച്ചർ, സുഷിരം എന്നൊക്കെ പറയും. അപ്പൊ ഏറ്റവും വലിയ വട്ടം ഏതാണ്? അത് നമ്മുടെ ഐറിസ്. നടുക്കുള്ള ഒരു ചെറിയൊരു നടുക്കുള്ള ഒരു കുഴി പോലെ ഒരു ഭാഗമുണ്ട്. ഒരു ചെറിയൊരു വട്ടം പോലെ ഒരു ഭാഗം കാണാൻ പറ്റും. അതാണ് എന്ത്? നമ്മുടെ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഐറിസിന്റെ നടുക്കുള്ള അപ്പേർച്ചർ, കുഴിയാണ്, സുഷിരത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്യൂപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, എന്ത് ചെയ്യുന്നുണ്ട്? 2 ടൈപ്പ് മസിൽസ് ആണ് എന്തിലുള്ളത്? നമ്മൾ പഠിക്കൂട്ടാ, അത് കഴിഞ്ഞിട്ട് പഠിക്കും. 2 ടൈപ്പ് മസിൽ എന്തിലുണ്ട്? നമ്മുടെ ഐറിസിലുണ്ട്. ഇതാണ് ഐറിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് മസിൽ ഉണ്ട്. ആ മസിൽസിന്റെ പ്രവർത്തനം മൂലം നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? സൈസ് കുഞ്ഞാവാനും, അതായത് വലുതാവാനും ചെറുതാവാനും ഒക്കെ പറ്റും. ഐറിസിലെ മസിൽസിന്റെ പ്രവർത്തനം മൂലം പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? വലുതാവുകയും ചെറുതാവുകയും ഒക്കെ ചെയ്യും. അതായത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അനുസരിച്ച്, കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. കൂടുതലായിട്ട് പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? കുറയും. കാരണം ഒരുപാട് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് പതിച്ചാൽ നമ്മുടെ കണ്ണിലത്തെ സെല്ലുകളും ടിഷ്യൂസ് ഒക്കെ ഡാമേജ് ആയി പോകും അല്ലെ? അപ്പൊ അതുകൊണ്ട് ലൈറ്റ് കുറച്ചപ്പോ മതി. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് കുറയും. ഇനി പ്രകാശം കുറവുള്ള സ്ഥലത്താണ് നമ്മൾ ചെന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? കൂടും. കാരണം അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലൈറ്റ് കിടക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ആ പ്യൂപ്പിൾ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ
ഈ ഐറിസിലാണ് എന്തുള്ളത്? ഐറിസിന്റെ കളർ അല്ലെ, കളർ കൺട്രോൾ ചെയ്യുന്ന പിഗ്മെന്റ് ഏതാണ്? മെലാനിൻ. മെലാനിൻ കൂടുതലാണെങ്കിൽ നല്ല ഡാർക്ക് കളർ ആയിരിക്കും, നല്ല കറുപ്പ് കളർ ആയിരിക്കും ഇതിനുള്ളത്, നമ്മുടെ ഐറിസിനുള്ളത്. ഇനി മെലാനിന്റെ അളവ് കുറയണതിനനുസരിച്ച് ആ കളർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. നമ്മൾ പൂച്ചക്കണ്ണൊക്കെ കണ്ടിട്ടില്ലേ, നല്ല വെള്ളക്കണ്ണൊക്കെ, വെള്ളാരം കണ്ണെന്നൊക്കെ പറയും നമ്മളതിന് അല്ലെ. എന്തായിരിക്കും അവർക്ക്? ആ ഐറിസിൽ എന്തുണ്ടാവില്ല? മെലാനിൻ കുറവായിരിക്കും. ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനത്തെ കണ്ണുകൾ വരുന്നത്. പിന്നെ പച്ചക്കണ്ണ്, നീലക്കണ്ണ്, പലതരത്തിലുള്ള കണ്ണുകളാണ് അല്ലെ ഐറിസിന്റെ കളർ. അതെന്താണ്? മെലാനിന്റെ പ്രൊഡക്ഷനിലുള്ള ഡിഫറൻസ് മൂലമാണ് അങ്ങനെ കളറുകൾ വരുന്നത്. അപ്പൊ നമുക്കൊക്കെ എന്താണ്? നല്ല ഡാർക്ക് കണ്ണ്. എനിക്കൊക്കെ അങ്ങനെ കേട്ടോ, നല്ല ഡാർക്കാണ്. അപ്പൊ എന്റെ മെലാനിൻ എന്തായിരിക്കും? എന്റെ ഐറിസിലുള്ള പിഗ്മെന്റ് എന്തായിരിക്കും? നല്ല കൂടുതലായിരിക്കും. അപ്പൊ നല്ല ഡാർക്ക്, നല്ല കറുപ്പ് നമ്മ ഐറിസ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ മെലാനിൻ ആണ്. മെലാനിൻ എന്തും കൂടെ ചെയ്യുന്നുണ്ട്? അബ്സോർബ്സ് അൾട്രാ വയലറ്റ് റേസ്. നമ്മുടെ അൾട്രാ വയലറ്റ് രശ്മികളെ ആര് അബ്സോർബ് ചെയ്യുന്നുണ്ട്? മെലാനിൻ. അപ്പൊ കളർ കൊടുക്കുക മാത്രമല്ല, അതെന്തും കൂടെ ചെയ്യും? അൾട്രാ വയലറ്റ് റേസിനെ, പ്രകാശ രശ്മി, ഏത് UV റേസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത നോക്കിയാൽ അതേപോലെ തന്നെ റെഗുലേറ്റ്സ് എമൗണ്ട് ഓഫ് ലൈറ്റ്. ഐറിസ് എന്തും കൂടെ എത്രത്തോളം അളവ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് കടക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഐറിസ് ആണ് അല്ലേ. ഐറിസിലത്തെ മസിൽസ് അല്ലേ എന്ത് ചെയ്യണത്? കൺട്രോൾ ചെയ്യണത്, പ്യൂപ്പിളിന്റെ സൈസ് കൂട്ടുകയും കുറയുകയും ചെയ്യുന്നത്. അപ്പൊ ഐറിസ് ആണ് തീരുമാനിക്കുന്നത് എത്ര അളവ് ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് കടക്കണം എന്നുള്ളത്. ഇനി അടുത്ത നോക്കിയേ, അടുത്തതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഏതാണ്? കോൺവെക്സ് ആണ്. അത് പഠിച്ചു വെക്കണം. നോക്കിയേ, അവിടെ ഉണ്ടാകുന്ന ഇമേജ്, കോൺവെക്സ് ലെൻസ് മൂലം ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകത ചോദിച്ചാൽ പെക്യുലാരിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് ഇൻ അവർ റെട്ടിന. ചിലപ്പോൾ ചോദ്യം അങ്ങനെ ആയിരിക്കും, റെട്ടിനയിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കും. അപ്പൊ എന്താണ്? സ്മോൾ ആണ് അല്ലെ, ചെറുതായിരിക്കും, റിയൽ ആയിരിക്കും, യഥാർത്ഥമായിരിക്കും. ഇൻവെർട്ടഡ് ഇമേജ്, തലകുത്തനെയുള്ള ഇമേജ് ആണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ റെട്ടിനയിൽ ഉണ്ടാവുന്നത്. പിന്നീട് അത് ബ്രെയിനിലേക്ക് ചെന്നിട്ടാണ് അത് എന്ന് നിവർത്തി തരുന്നത് കേട്ടോ. അപ്പൊ ഇൻവെർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മുടെ റെട്ടിനയിൽ. ആര് മൂലമാണ് ഉണ്ടാവുന്നത്? കോൺവെക്സ് ലെൻസ് മൂലം ഉണ്ടാവുന്നത്. ഇനി അടുത്ത നോക്കിയേ, റെട്ടിന. റെട്ടിനയില് 3 ലെയേഴ്സ് ഉണ്ട്. ലെയർ ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്, ബൈപോളാർ സെൽസ്, ഗാംഗ്ലിയോൺ സെൽസ്. 3 ലെയേഴ്സ്. ആ പടം പിക്ചർ കാണിച്ചത് ഇതാണ് നമ്മുടെ റെട്ടിനെ മുറിച്ചെടുത്തക്കണം കേട്ടാ. ചെറിയൊരു ഭാഗം അതിനെ സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. നോക്കിയേ, ഇതാണ് ഫോട്ടോ റിസെപ്റ്റർ ലെയർ, പ്രകാശ ഗ്രാഹികളുടെ ലെയർ. അപ്പൊ റെട്ടിനയിൽ 3 പാളികളുണ്ട്, 3 ലെയേഴ്സ് ഉണ്ട്. റെട്ടിനെ തന്നെ 3 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് നോക്കിയേ? ഫോട്ടോ റിസെപ്റ്റേഴ്സിന്റെ ബൈപോളാർ കോശപാളി, ഗാംഗ്ലിയോൺ സെൽ ലെയർ. അങ്ങനെ 3 സെൽ ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഒന്ന് പേരുകൾ എന്ന് പറഞ്ഞേ? ഫോട്ടോ റിസെപ്റ്റർ സെൽ ലെയർ, ബൈപോളാർ സെൽ ലെയർ, ഗാംഗ്ലിയോൺ സെൽ ലെയർ. അങ്ങനെ 3 ലെയേഴ്സ് ആണ് എന്തിലുള്ളത്? റെട്ടിനയിലുള്ളത്. ഫോട്ടോ റിസെപ്റ്റേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ 2 ടൈപ്പ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് റോഡ് സെല്ലും, ഒന്നെന്താണ്? കോൺ സെൽസ്. 2 ടൈപ്പ് പ്രകാശഗ്രാഹി കോശങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ളത്. ഒന്ന് റോഡും, ഒന്നെന്താണ്? കോണും. ഇനി റോഡിന്റെ പ്രത്യേകത എന്താണ്? ഡിം ലൈറ്റിലാണ് എന്ത് ചെയ്യണത്? ഡിം ലൈറ്റില് വസ്തുക്കളെ കാണാൻ, മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന കോശങ്ങളാണ് ഏത്? റോഡ് സെൽ എന്ന് പറയുന്നത്. അവർക്ക് വൈറ്റും ബ്ലാക്ക് ഷെയ്ഡ് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ, കളർ തിരിച്ചറിയാൻ പറ്റില്ല. റോഡിന്റെ പ്രത്യേകത അങ്ങനെയാണ്, വൈറ്റും ബ്ലാക്കും മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ, കളർ വിഷൻ അവർക്കില്ല. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? റോഡിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. കോണിന്റെ ഫംഗ്ഷൻ നോക്കിയേ, കോൺ ഇന്റൻസ് ലൈറ്റ്, നല്ല പ്രകാശമുള്ളപ്പോൾ നമ്മളെ വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന സെൽ ഏതാണ്? അത് കോൺ സെൽസ് ആണ്. ഇനി കോൺ സെൽസ് അതേപോലെ തന്നെ റെക്കഗ്നൈസിങ് കളേഴ്സ്, നിറങ്ങൾ തിരിച്ചറിയാനും കോൺ സെൽസ്. അപ്പൊ റോഡ് സെൽസിന്റെ പ്രത്യേകത എന്താണ്? റോഡ് സെല്ല് മങ്ങിയ പ്രകാശത്തിൽ, ഡിം ലൈറ്റിൽ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതേപോലെ വൈറ്റും ബ്ലാക്കും ഷെയ്ഡ്സ് ആണ് അത് തിരിച്ചറിയുന്നത്. ഇനി കോൺ സെൽസ് ആണെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ്, തീവ്ര പ്രകാശത്തിൽ ഒരുപാട് പ്രകാശം വരുമ്പോൾ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതേപോലെ കളർ വിഷൻ, നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇനി അടുത്ത നോക്കിയേ, ബൈപോളാർ സെൽ ലെയർ. ബൈപോളാർ സെൽ ലെയർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? നമ്മുടെ ഫോട്ടോ റിസെപ്റ്ററിലാണല്ലോ എന്തുണ്ടാവണത്? ഇമ്പൾസസ്, മെസ്സേജ് ഉണ്ടാകുന്നത് ഏതായിരിക്കും? റിസെപ്റ്റർ അല്ലേ? റിസെപ്റ്ററിലല്ലേ മെസ്സേജ് ഉണ്ടാവുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗ്രാഹികളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇമ്പൾസസ് ഉണ്ടാവുന്നുള്ളൂ. ഇമ്പൾസസിനെ ക്രിയേറ്റ് ചെയ്യും. ആ ഇമ്പൾസസിനെ ഇവിടെ നിന്ന് മേടിച്ചിട്ട് നോക്കിയേ, ആ പിക്ചർ ഒന്ന് നോക്കട്ടോ മക്കളെ. ഇതാണ് ഫോട്ടോ റിസെപ്റ്റർ. ഇതാണ് അതിന്റെ തൊട്ട് മുന്നിലുള്ളതാണ് എന്ത്? ഇതാണ് ബൈപോളാർ എന്ന് പറഞ്ഞത്. ഈ ബൈപോളാർ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് മെസ്സേജിനെ മേടിച്ചിട്ട് എവിടേക്ക് കൊടുക്കും? നമ്മുടെ ഗാംഗ്ലിയോൺ സെൽ ലെയറിലേക്ക് കൊടുക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്താണ്? പ്രകാശഗ്രാഹികളിൽ നിന്ന് ഗാംഗ്ലിയോൺ കോശങ്ങളിലേക്ക് സന്ദേശങ്ങളെ കൈമാറുന്നു. ഇനി അടുത്ത നോക്കിയേ, ഗാംഗ്ലിയോൺ സെൽ ലെയർ. ഗാംഗ്ലിയോൺ സെൽ ലെയർ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ഫ്രം ബൈപോളാർ സെൽസ് ടു ദ ഒപ്റ്റിക് നെർവ്. അതായത്
ഫോട്ടോ റിസപ്റ്ററിൽ നിന്ന് മെസ്സേജ് ആര് മേടിച്ചു? ബൈപോളാർ സെല്ല് മേടിച്ചു. അത് എന്നിട്ട് എവിടേക്ക് കൊടുത്തു? ഗാംഗ്ലിയോൺ സെല്ല് കൊടുത്തു. ഗാംഗ്ലിയോൺ സെല്ലാണ് പിന്നെ അതിനെ എവിടേക്ക് കൊടുക്കുന്നത്? നമ്മുടെ ഒപ്റ്റിക് നെർവ്, അതായത് നമ്മുടെ നേത്രനാഡി എന്ന് പറയും മലയാളത്തിൽ. ബ്രെയിനിലേക്ക് മെസ്സേജിനെ കൊണ്ടുപോകണ്ടേ? ആ കണ്ണിൽ നിന്ന് ബ്രെയിനിലേക്ക് മെസ്സേജ് പോകുന്ന ആ ഒരു നെർവിനെയാണ് എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക് നെർവ്, നേത്രനാഡി എന്ന് പറയും. ഇതാണ് അതിന്റെ ഭാഗങ്ങൾ. അപ്പൊ ഇതാണ് എന്ത്? നമ്മുടെ കണ്ണിന്റെ 3 ലെയേഴ്സും അതിന് അസോസിയേറ്റഡ് ഭാഗങ്ങളും അതിന്റെ ഫങ്ഷൻസും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അത് നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഏത് രീതിയിലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ചോദിച്ചാലും ഉത്തരം കിട്ടണം. ചിലപ്പോൾ ഇതിന്റെ ഫങ്ഷൻ തന്നിട്ടായിരിക്കും പിക്ചറിൽ അടയാളപ്പെടുത്താൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത നോക്കിയേ. അടുത്തത് നമ്മുടെ ബൈപോളാർ സെൽസ് പഠിച്ചില്ലേ? ബൈപോളാർ സെൽസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്താണ്? ഓൺ ബൈപോളാർ സെല്ലും ഓഫ് ബൈപോളാർ സെല്ലും. ഇതിന്റെ ഫംഗ്ഷൻ നമുക്ക് കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ നമുക്ക് പഠിക്കും. അത് നമ്മൾ എന്ത് ചെയ്താൽ 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചാൽ മതി. ബൈപോളാർ സെൽസ് 2 ടൈപ്പ് ഉണ്ട്. ഓൺ ബൈപോളാറും ഉണ്ട്, ഓഫ് ബൈപോളാറും. ഇനി നോക്കിയേ, അവിടെ തന്നെ നമ്മുടെ കണ്ണിലെ റെട്ടിനയിൽ കാണപ്പെടുന്ന 2 ഭാഗങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. റെട്ടിനയിൽ കാണപ്പെടുന്ന 2 ഭാഗങ്ങളാണ് യെല്ലോ സ്പോട്ടും ബ്ലൈൻഡ് സ്പോട്ടും. അതായത് പീതബിന്ദുവും അന്ധബിന്ദുവും. നോക്കിയാടാ, ഇവിടെ വരയ്ക്കാട്ടാ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു കുനിപ്പ് പോലെ കാണുന്നുണ്ടാ? റെട്ടിനയാണ് ഏറ്റവും ഉള്ളിലത്തെ ലെയറാണ് ഏതെന്ന് പറഞ്ഞാൽ റെട്ടിന. റെട്ടിനയിൽ ഇതിങ്ങനെ വി പോലൊരു കുരിപ്പ് കാണുന്നുണ്ടാ? ഇതാണ്, ഈ ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? യെല്ലോ സ്പോട്ട് എന്ന് പറയും. എന്തെന്ന് പറയും? യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീതബിന്ദു എന്ന് പറയും. ഇവിടെ കോൺ സെൽസിന്റെ അളവ് കൂടുതലായിരിക്കും. അതായത് ഫോട്ടോ റിസപ്റ്റർ സെൽസ്, പ്രകാശഗ്രാഹി കോശങ്ങള് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഭാഗം റെട്ടിനയിലാണ് ആകെ ഈ പറഞ്ഞ സെല്ലുകളുള്ളൂ. അതിൽ തന്നെ റെട്ടിനയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺ സെൽസ് കാണപ്പെടുന്ന ഭാഗം ഏതാണ്? അത് യെല്ലോ സ്പോട്ട് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന വിഷൻ എന്തായിരിക്കും? നല്ല ക്ലാരിറ്റി ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് നല്ല തെളിമയാർന്ന പ്രതിബിംബമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോ യെല്ലോ സ്പോട്ട്, യെല്ലോ സ്പോട്ട്. യെല്ലോ സ്പോട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? യെല്ലോ സ്പോട്ടിന് വേറൊരു പേരും കൂടെ പറയും. അതാണ് മാക്യുല എന്ന് പറയുന്നത്. എന്താണ് മാക്യുല? ദ മിഡിൽ പോയിന്റ് ഓഫ് റെട്ടിന വേർ കോൺ സെൽസ് ആർ എബണ്ടന്റ്. കോൺ കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? പീതബിന്ദു എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ആണ് കേട്ടാ. ബ്ലൈൻഡ് സ്പോട്ട് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം വിശ്രമായിരിക്കും. അയ്യോ, മൊത്തം പോയല്ല. അയ്യോ, 2ാമത് വരയ്ക്കണമല്ല കേട്ടാ. ഇതാണ്, നോക്കിയടാ, ഇതാണ് ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. ഈ ഭാഗം ഇതാണ് ഒപ്റ്റിക് നെർവ്. ഇപ്പൊ ഒന്ന് സാധനം ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക് നെർവ് തുടങ്ങുന്ന ഭാഗം, സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം കേട്ടോ, അത് ഈ തുടങ്ങുന്ന ഈ ഒരു ഭാഗം, ഇതിനെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു എന്ന് പറയുന്നത്. നമ്മുടെ നേത്രനാഡി തുടങ്ങുന്ന ഭാഗത്തുള്ളതാണ് എന്ത്? ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദു എന്ന് പറയുന്നത്. ഇവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ഫോട്ടോ റിസപ്റ്റേഴ്സ് അവിടെ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ടാവണില്ല? ഇമേജ് ഫോർമേഷൻ നടക്കില്ല. ബ്ലൈൻഡ് സ്പോട്ടില് ഇമേജ് ഫോർമേഷൻ ഉണ്ടാവില്ല. അതായത് പ്രതിബിംബം ഉണ്ടാകുന്നില്ല. അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ 2 ഭാഗങ്ങള് ബ്ലൈൻഡ് സ്പോട്ടും യെല്ലോ സ്പോട്ടും. ഓക്കെ, അടുത്തത് നമ്മുടെ കണ്ണിന് 2 അറകളുണ്ട്. നമ്മുടെ കണ്ണിലെ 2 അറകളുണ്ട്. ഒന്ന് അക്വസ് ചേംബറും അതേപോലെ തന്നെ വിട്രിയസ് ചേംബറും. ഒന്ന് പറഞ്ഞ എന്താണ്? അക്വസ് ചേംബറും അക്വസ് അറയും വിട്രിയസ് അറയുമാണ് ഉള്ളത്. നോക്കിയാ പിക്ചർ നമുക്ക് പഠിക്കാം കേട്ടാ. പിക്ചർ നോക്കിയിട്ട് പഠിക്കാം. പിക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഇതേടാ, അക്വസ് ചേംബറും വിട്രിയസും. ഈ ചെറിയൊരു അറ കാണണ്ട, ഇതാണ് നമ്മുടെ കോർണിയ എന്ന് പറയുന്നത്. ഇത് കോർണിയയും ഇതാണ് ലെൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിലുള്ള ഈ ഭാഗം കണ്ട, ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു ഭാഗം കണ്ടാ, ഈ ഒരു കുഞ്ഞ് സ്പേസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അക്വസ് ചേംബർ എന്ന് പറയുന്നത്. എന്താണ്? അക്വസ് ചേംബർ. അവിടെ വെള്ളം പോലെയുള്ള കുറച്ച് ഫ്ലൂയിഡ് ഉണ്ടാവും. വെള്ളം പോലെയുള്ള ഒരു ദ്രാവകം നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ ദ്രാവകത്തിനെ വിളിക്കുന്ന പേരാണ് അക്വസ് ഹ്യൂമർ എന്ന് പറയും.
അപ്പൊ അക്വസ് ചേംബർ എന്തിന്റെ ഇടയിലാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ബിറ്റ്വീൻ ലെൻസ് ആൻഡ് കോർണിയ. കോർണിയയുടെയും ലെൻസിന്റെയും ഇടയിലുള്ള ആ ഒരു സ്പേസിനെയാണ് ഇതെന്ന് പറയുന്നത് അക്വസ് ചേംബർ എന്ന് പറയുന്നത്. അതിനുള്ളിൽ വെള്ളം പോലെ വാട്ടർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, വെള്ളം പോലെയുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതിന്റെ പേരാണ് അക്വസ് ഹ്യൂമർ, അക്വസ് ദ്രാവകം അല്ലെങ്കിൽ ദ്രവം എന്ന് പറയും. ഇത് ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ബ്ലഡിൽ നിന്നാണ്. അതായത് ബ്ലഡിൽ നിന്ന് ടിഷ്യൂ ഫ്ലൂയിഡ് ഒക്കെ ഊസ് ഔട്ട് ചെയ്ത് പോരൂലേ, ഊർന്നിറങ്ങി പോരൂലേ, അതേപോലെ തന്നെയാണ് എന്തുണ്ടായിട്ടുള്ളത്, ഈ പറഞ്ഞ അക്വസ് ഹ്യൂമർ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യും, ടിഷ്യൂ ഫ്ലൂയിഡ് ഊർന്നിറങ്ങണ പോലെ ഇവരും എന്ത് ചെയ്യും, ബ്ലഡിൽ നിന്ന് ഉണ്ടാവും. ബ്ലഡിൽ നിന്ന് ഉണ്ടാവുകയും തിരിച്ച് ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുന്ന ഒരു ഫ്ലൂയിഡ് ആണ് ഇതെന്ന് പറഞ്ഞാൽ അക്വസ് ഹ്യൂമർ. അതായത് ബ്ലഡിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചവിടേക്ക് തന്നെ പോകുന്നുണ്ട്, ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാല് നമ്മുടെ ഈ പറഞ്ഞ ലെൻസിനും അതേപോലെ കോർണിയക്കൊക്കെ എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുക അല്ലെ. അതിന്റെ ഇടയിലുള്ളതാണല്ലേ ഈ ഫ്ലൂയിഡ് അല്ലെ, കോർണിയയുടെയും ലെൻസിന്റെ ഇടയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോർണിയക്കും ലെൻസിനും എന്ത് കൊടുക്കണം, അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, പോഷകങ്ങളും ഓക്സിജനും കൊടുക്കുക. അതേപോലെ തന്നെ അവിടുത്തെ പ്രഷറും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രഷറും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോർണിയക്ക് ലെൻസിന് എന്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത അറയാണിത്, വലിയ അറ അല്ലെ, വലിയൊരു അറ കാണുന്നുണ്ട്. നമ്മുടെ എന്തിന്റെ ഇടയിലാണെന്ന് പറഞ്ഞേ, ലെൻസിന്റെയും ഇതാണ് റെട്ടിന, ഏറ്റവും ഉള്ളിലത്തെ ലെയർ ഏതാണ്, റെട്ടിന. അപ്പൊ ലെൻസിന്റെയും റെട്ടിനയുടെയും ഇടയിലുള്ള ലെയറിനെയാണ് വിട്രിയസ് ചേംബർ, വിട്രിയസ് അറ എന്ന് പറയുന്നത്. വിട്രിയസ് അറ അപ്പൊ എന്തിന്റെ ഉള്ളിലാണ്, ലെൻസിന്റെയും അതുപോലെ റെട്ടിനയുടെയും ഇടയിലുള്ള വലിയ അറയാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്രിയസ് ചേംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി വിട്രിയസ് ചേംബറിൽ ജെല്ലി പോലെയുള്ള വസ്തുവാണ്. ഇവിടെ വെള്ളം പോലെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ഒരു ജെല്ല് അറിഞ്ഞൂടെ, വെളുന്നിരിക്കുന്ന സാധനം അല്ലെ, ജെല്ലി പോലെയുള്ള ഒരു വസ്തുവാണ് ഇതിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അതാണ് വിട്രിയസ് ഹ്യൂമർ. ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഒരു ആകൃതി, ഒരു ബോൾ പോലത്തെ ഒരു ആകൃതി ഉണ്ട് നമ്മുടെ കണ്ണിന്, ആ ആകൃതി, ആ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, നമ്മുടെ വിട്രിയസ് ഹ്യൂമറിന്റെ ഫംഗ്ഷൻ. അതിന്റെ നോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വായിച്ചു നോക്കുക കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ നോട്ടുകൾ പഠിച്ചാൽ മതി കേട്ടോ. എന്താണ് അക്വസ് ചേംബറും ആ സാധനങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഇനി അടുത്ത് നോക്കിയേ, നമ്മുടെ ഐറിസ്. നമുക്കറിയാം കോർണിയനെ പിന്നിലായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറിസ് എന്ന് പറയാം. കോർണിയ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് നമ്മൾ അത് കാണുന്നില്ല എന്നുള്ളൂ. ഈ കോർണിയനെ പിന്നിലായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, നമ്മുടെ ഐറിസ് കാണുന്നത്. അപ്പൊ ഐറിസ് ഇസ് ദ പാർട്ട് ദാറ്റ് സീൻ ബിഹൈൻഡ് ദ കോർണിയ. കോർണിയക്ക് പിന്നിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്, ഐറിസ് എന്ന് പറയുന്നത്. ഇനി പ്യൂപ്പിൾ എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയാം, പ്യൂപ്പിൾ ഇസ് ദ അപ്പർച്ചർ സീൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ഐറിസ്. കണ്ണിന്റെ നടുക്കുള്ള, കണ്ണിന്റെ അല്ല ഐറിസിന്റെ ആ നടുക്കുള്ള സുഷിരം, അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ സുഷിരം എന്നാണ് അർത്ഥം, ഹോൾ. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിളിന്റെ നോർമൽ സൈസ് എത്രയെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, 2 to 3 millimeter ഉള്ളൂ സാധാരണ പ്യൂപ്പിളിന്റെ സൈസ്. ഇനി പ്യൂപ്പിളിന്റെ സൈസ് കൂടുമ്പോൾ, സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഇൻക്രീസസ്, ഇറ്റ് ബിക്കംസ് പോസിബിൾ ടു ഡയറക്റ്റ് 16 times more light to the retina than normal. അതായത് നമ്മുടെ പ്യൂപ്പിളിന്റെ വലിപ്പം കൂടുക എന്ന് വിചാരിക്കാം. വലിപ്പം കൂടണ സമയത്ത് സാധാരണ കിടക്കുന്ന ലൈറ്റിന്റെ ഒരു അളവുണ്ടല്ല, ആ അളവിനേക്കാളും 16 മടങ്ങ് ലൈറ്റ് എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കും. മനസ്സിലായ? അതായത് പ്യൂപ്പിളിന്റെ സാധാ സൈസ് എത്രയാണ്, 2 to 3 millimeter ആണ്. പ്യൂപ്പിളിന്റെ സൈസ് കൂടുമ്പോൾ സാധാരണ നോർമൽ ആയിട്ട് കിടക്കുന്ന ലൈറ്റിന്റെ ഒരു അളവുണ്ട്, ആ അളവിനേക്കാളും 16 മടങ്ങ് അളവില് ലൈറ്റ് എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിലേക്ക് പ്രവേശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി okay, the size of the pupil is regulated by the radial muscles and circular muscles seen in the iris. നമ്മൾ നേരത്തെ ഐറിസിന്റെ ഫംഗ്ഷൻ പഠിച്ചില്ലേ, ഐറിസിലെ 2 മസിൽസ് ഉണ്ട്, അതാണ് പ്യൂപ്പിളിന്റെ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ നോക്കിയേ, ആ മസിൽസിന്റെ പേര് നമ്മൾ ഇനി പഠിക്കുകയാണ്. എന്താണ്, റേഡിയൽ മസിലും സർക്കുലാർ മസിലും. റേഡിയൽ മസിലും അതെ റേഡിയൽ പേശിയും വലയ പേശികൾ, അങ്ങനെ 2 ടൈപ്പ് മസിൽസ് ഉണ്ട്. ഇവരുടെ പ്രവർത്തനം മൂലമാണ് പ്യൂപ്പിളിന്റെ സൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, the size of the pupil has to be regulated in order to see the objects clearly in dim light and to prevent damage to the retina in intense light. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് പ്യൂപ്പിളിന്റെ സൈസ് വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നത്? വെറുതെ ആണോ? അല്ല. വെറുതെ ഒരു രസത്തിനാണ്, ഇനി കുറച്ചേരം ഞാൻ വലുതാവാം, ഇനി കുറച്ചേരം ഞാൻ ചെറുതാവാം, അതിന് വേണ്ടിയിട്ടാണോ? അല്ല അല്ലെ. അവിടെ ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡിം ലൈറ്റിൽ ഒന്നാമത്തെ കാര്യം എന്താണ്, മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണണം.
അല്ലെ? വലുതാവണം എന്തിനു വേണ്ടിയിട്ടാണ്? മങ്ങിയ പ്രകാശത്തില് വസ്തുക്കളെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് പ്യൂപ്പിളിന്റെ സൈസ് വലുതാവുന്നത്. ഇനി പ്യൂപ്പിളിന്റെ സൈസ് ചെറുതാണ് എന്തിനു വേണ്ടിയിട്ടാണ്? ഡാമേജ് ടു ദ റെറ്റിന ഇൻ ഇന്റൻസ് ലൈറ്റ്, അതായത് ഒരുപാട് തീവ്ര പ്രകാശം വരുമ്പോൾ നമ്മുടെ റെറ്റിനയ്ക്ക് കേടുപാടുകൾ ഉണ്ടാവാൻ പാടില്ല. ലൈറ്റ് കൂടുതലായിട്ട് കണ്ണിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെറ്റിനയ്ക്ക് ഡാമേജ് ഉണ്ടാവും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണം? പ്യൂപ്പിളിന്റെ സൈസ് ചെറുതാവുന്നത്. അപ്പൊ വെറുതെ അല്ല, ആ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സൈസ് റെഗുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്തത് നമ്മൾ ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്. പിക്ചർ തന്നിട്ടായിരിക്കും എക്സാമിന് ചോദ്യം വരിക. സർക്കുലർ മസിൽ എവിടെയാണ്, റേഡിയൽ മസിൽ എവിടെയാണെന്നൊക്കെ പഠിച്ചു വെച്ചോളണം. സർക്കുലർ മസിലും റേഡിയൽ മസിലും എവിടെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചോളണം. ഇപ്പൊ ഇവിടെ നോക്കിയാടാ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോട്ടാ. ഡിം ലൈറ്റിൽ, ഡിം ലൈറ്റിൽ വരികയാണ് കേട്ടാ. അതായത് മങ്ങിയ പ്രകാശത്തിലും അതേപോലെ തന്നെ ബ്രൈറ്റ് ലൈറ്റ്. ഞാനിവിടെ പിക്ചർ ഇതല്ല കേട്ടാ, പിക്ചർ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പിക്ചർ ഇത് മാറ്റി എഴുതാം, അതാണ് നല്ലത്. ഇത് ബ്രൈറ്റ് ലൈറ്റും ഇത് ഡിം ലൈറ്റും കേട്ടാ. ഡിം ലൈറ്റും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ബ്രൈറ്റ് ലൈറ്റില് എന്ത് സംഭവിക്കും? ബ്രൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രകാശമുണ്ട്, അളവിൽ കൂടുതൽ, അതായത് ഭയങ്കര പ്രകാശം ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലത്ത് കണ്ണോർക്കെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സൂര്യൻ ഇങ്ങനെ നോക്കണമെന്നൊക്കെ വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? കൂടുതൽ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരും. അങ്ങനെ വരാൻ പാടില്ല, വന്നു കഴിഞ്ഞാൽ റെറ്റിനയ്ക്ക് ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കുലാർ മസിൽസ് കണ്ട, അതേ പ്യൂപ്പിളിന് ചുറ്റുമുള്ള അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കണം കേട്ടോ. ഉള്ളിലേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സർക്കുലർ വലയപേശികളാണ്. ഇവിടെ സർക്കുലാർ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. സർക്കുലാർ പേശികളാണ് എന്ത് ചെയ്യണത്? സങ്കോചിക്കുന്നത്. സർക്കുലാർ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. ഈ സർക്കുലാർ മസിൽസ് എന്ത് ചെയ്യും? അങ്ങോട്ട് ചുരുങ്ങുമ്പോ നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് എന്ത് ചെയ്യും? കുറയും. അപ്പൊ സൈസ് ഓഫ് പ്യൂപ്പിൾ എന്ത് ചെയ്യും? ഡിക്രീസസ്. സൈസ് ഓഫ് പ്യൂപ്പിൾ ഡിക്രീസസ്, കുറയുന്നു. ഈ പോയിന്റ് പഠിച്ചു വെച്ചോളൂ കേട്ടാ. ചോദിക്കും എന്താണ്? ബ്രൈറ്റ് ലൈറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സർക്കുലാർ മസിൽ കോൺട്രാക്ട് ചെയ്യും, അപ്പൊ സൈസ് ഓഫ് പ്യൂപ്പിൾ എന്ത് ചെയ്യും? ചുരുങ്ങും. ഇനി അടുത്ത നോക്കിയേ, ഡിം ലൈറ്റിൽ മങ്ങിയ പ്രകാശമല്ലേ ഉള്ളൂ, അപ്പൊ വസ്തുക്കളെ കാണാൻ തന്നെ കുറച്ച് പ്രകാശം കൂടുതൽ കിടക്കണ്ടേ? ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ കോൺട്രാക്ട് ചെയ്യുന്ന ആരാണ് നോക്കിയേ? ഏറ്റവും പുറമേ ഉള്ള മസില് റേഡിയൽ മസിലാണ്. അപ്പൊ ഇവിടെ കോൺട്രാക്ട് ചെയ്യുന്ന ആരാണ്? റേഡിയൽ മസിലാണ് എന്ത് ചെയ്യണത്? കോൺട്രാക്ട് ചെയ്യണത്. റേഡിയൽ മസില് കോൺട്രാക്ട് ചെയ്യും. നോക്കിയേ, ഇങ്ങോട്ടാണ് കോൺട്രാക്ട് ചെയ്യുന്നത്, പിടിച്ചു വലിക്കാണ് നമ്മുടെ പ്യൂപ്പിളിന്റെ. ഇങ്ങോട്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്? കോൺട്രാക്ട് ചെയ്യുന്നത്. കോൺട്രാക്ട് ചെയ്യും, പുറത്തേക്കല്ലേ കോൺട്രാക്ട് ചെയ്യണം. അപ്പൊ പ്യൂപ്പിളിനെ എന്ത് ചെയ്യും? പിടിച്ചു വലിക്കും. സൈസ് അങ്ങോട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് കൂടും പ്യൂപ്പിളിന്റെ. അപ്പൊ എന്താണ്? സൈസ് ഓഫ് പ്യൂപ്പിൾ ഇൻക്രീസസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പിക്ചർ അടക്കം പഠിച്ചു വെക്കണം. പിക്ചർ തന്നിട്ട് ഏത് ലൈറ്റിലുള്ളതാണെന്ന് തിരിച്ചറിയാൻ പറയും. അവിടെ നടക്കണ മാറ്റം, ഏത് മസിലാണ് കോൺട്രാക്ട് ചെയ്യുന്നതൊക്കെ ചോദിക്കും. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, നമ്മുടെ ലെൻസ് അറിയാം. ഏത് ലെൻസ് ആണ് നമ്മുടെ കണ്ണിലുള്ളത്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ നമ്മുടെ കണ്ണിലുള്ളത്. നമ്മുടെ ലെൻസിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒന്ന് ഇലാസ്റ്റിക് മെംബ്രെയിൻ, പുറമേ ഉള്ള ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ ഉണ്ട്. ഒരു ഉറ, അതായത് ലെൻസിനെ കവർ ചെയ്ത് കാണുന്ന ഒരു ഇലാസ്റ്റികതയുള്ള ഒരു മെംബ്രെയിൻ ആണ് എന്ത്? ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിത്തിൻ വിച്ച് ആർ, ആ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ലെൻസ് ഫൈബേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എപ്പിത്തീലിയവും ഉണ്ട്. അപ്പൊ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ക്യാപ്സ്യൂള്, ലെൻസ് ഫൈബർ, എപ്പിത്തീലിയം. ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? പുറമേ ഉള്ള ഒരു അറയാണ്, അതായത് ഒരു ഉറ എന്ന് പറയും, ഒരു കവറിങ്. ഇനി ലെൻസ് ഫൈബേഴ്സ് ഇതിന്റെ ഉള്ളിലുള്ളതാണ്. അതേ പിക്ചർ കാണുമ്പോ നമുക്ക് മനസ്സിലാവും ട്ടോ. അതെ, ഏറ്റവും പുറമേ ഉള്ള ആ ഒരു അറനെ എന്തെന്ന് പറയും? ക്യാപ്സ്യൂൾ എന്ന് പറയും. ഈ റിങ് പോലുള്ള സാധനം കണ്ട, അതാണ് എന്തെന്ന് പറഞ്ഞാല് എപ്പിത്തീലിയം എന്ന് പറയും. സോറി, എപ്പിത്തീലിയം അല്ല, ലെൻസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ലെൻസ് ഫൈബേഴ്സ്. ഈ റിങ് പോലെയുള്ള വസ്തുക്കളാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെൻസ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി എപ്പിത്തീലിയം നോക്കിയേ, ഇതാണ് ക്യാപ്സ്യൂള്. ക്യാപ്സ്യൂളിന്റെയും ഇവിടെ എന്തുണ്ടാവും? ലെൻസ് ഫൈബേഴ്സ് ഉണ്ടാവും അല്ലെ? ഈ ലെൻസ് ഫൈബേഴ്സിന്റെയും ഇടയിൽ കാണുന്ന ഒരു ഭാഗമാണ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് പക്ഷേ ലെൻസിന്റെ മുൻഭാഗത്ത് മാത്രം ഉണ്ടാവുള്ളൂ. മുൻഭാഗത്ത് ഇവിടെ നോക്കിയേ, ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇപ്പുറത്തേക്ക് വരണുണ്ടാ? ഇല്ല. അപ്പോ ലെൻസിന്റെ ആന്റീരിയർ പോർഷനിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഭാഗമാണ് എന്ത്? എപ്പിത്തീലിയം. അതായത് എന്തിന്റെ ഇടയിലാണ്? ക്യാപ്സ്യൂളിന്റെയും ലെൻസ് ഫൈബേഴ്സിന്റെയും ഇടയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് എന്ത്? എപ്പിത്തീലിയം. ഈ എപ്പിത്തീലിയത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഈ ലെൻസ് ഫൈബേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലെൻസ് ഫൈബേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നാണ്? എപ്പിത്തീലിയത്തിൽ നിന്നാണ്. അത് പോയിന്റ് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടാ. 3 ഭാഗങ്ങളുണ്ട്.
ഇലാസ്റ്റിക് മെമ്പറൈൻ, പുറമേയുള്ള കവർ, ക്യാപ്സ്യൂൾ, അതിന്റെ ഉള്ളിൽ ലെൻസ് ഫൈബർ. ഇനി ലെൻസ് ഫൈബറിന്റെയും ക്യാപ്സ്യൂളിന്റെയും ഇടയിൽ മുൻഭാഗത്തായിട്ട് ലെൻസിന്റെ മുൻഭാഗം, അത് നിങ്ങൾ മറക്കരുത് ട്ടാ. ആന്റീരിയർ പാർട്ടിൽ മാത്രമേ ഉള്ളൂ, മുൻഭാഗത്ത് മാത്രമേ ഉള്ളൂ, ബാക്കിലേക്ക് വരുന്നില്ല. ആ ഭാഗമാണ് എപ്പിത്തീലിയം. അതിൽ നിന്നാണ് എന്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ലെൻസ് ഫൈബേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലെൻസ് ഫൈബേഴ്സ് അതിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇനി നോക്കിയേ, ദ മെയിൻ സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് ലെൻസ് ഈസ് കോൾഡ് പ്രോട്ടീൻ ക്രിസ്റ്റലിൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലെൻസിന്റെ മെയിൻ പ്രോട്ടീൻ, ലെൻസിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ്. നോക്കിയടാ, അതിന്റെ പിക്ചർ പഠിച്ചോളൂ കേട്ടോ. അതേ നേരത്തെ പറഞ്ഞത് ലിഗമെന്റ്സ് കണ്ട, നൂല് പോലുള്ള സാധനങ്ങൾ കണ്ട, നമ്മുടെ സീലിയറി മസിൽസിലേക്ക് ഈ പറഞ്ഞ ലെൻസിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ നൂല് പോലുള്ള സാധനമാണ് എന്ത്? ലിഗമെന്റുകൾ എന്ന് പറഞ്ഞാൽ. പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്, ലെൻസിന്റെ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. അടുത്തതാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൂരെയുള്ള വസ്തുവിനെയും കാണാം, അടുത്തുള്ള വസ്തുവിനെയും നമുക്ക് കാണാനായിട്ട് പറ്റൂലേ. ദൂരെ നോക്കിയാലും അടുത്ത് നോക്കിയാലും ആ വസ്തുവിന്റെ ഇമേജ്, പ്രതിബിംബം എവിടെ തന്നെയാണ് നമ്മുടെ ഉണ്ടാവുന്നത്? റെറ്റിനയിൽ ഉണ്ടാവുന്നത്. പക്ഷെ ഫോക്കൽ ദൂരം വ്യത്യാസമില്ലേ? ഫോക്കൽ ദൂരം എന്ന് പറയുമ്പോൾ എന്താണ്? ലെൻസിൽ നിന്ന് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത്. അപ്പൊ അത് വ്യത്യാസമുണ്ട്. പക്ഷെ എന്നിട്ടും, അതായത് ഡിസ്റ്റൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്, പക്ഷെ എന്നിട്ടും നമ്മുടെ റെറ്റിനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇമേജ് ഉണ്ടാവുന്നത്. അപ്പോ ദൂരം എവിടെ ആയിക്കോട്ടെ, എത്ര ദൂരം ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ഇമേജ് റെറ്റിനയിൽ തന്നെ വീഴ്ത്താനുള്ള നമ്മുടെ, അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള നമ്മുടെ കണ്ണിന്റെ കഴിവ്, എബിലിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അത് അടുത്തുള്ള വസ്തുവിനെ നോക്കിയാലും ദൂരെയുള്ള വസ്തുവിനെ നോക്കിയാലും ഇമേജ് എവിടെ തന്നെയാണ് ഉണ്ടാവുന്നത്? റെറ്റിനയിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. ആ ഒരു കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എബിലിറ്റി ഓഫ് ദ ഐ ടു ഫോക്കസ് ഇമേജസ് ഓഫ് ബോത്ത് നിയർ ആൻഡ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ആക്യുറേറ്റ്ലി ഓൺ റെറ്റിന. എങ്ങനെയായിരിക്കാം അത് ചെയ്യുന്നത്? ഈ റെറ്റിനെ തന്നെ ഇമേജ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറ്റ് അച്ചീവ്ഡ് ബൈ ചേഞ്ചിങ് കർവേച്ചർ ഓഫ് ലെൻസ് ബൈ ദ ആക്ഷൻ ഓഫ് സീലിയറി മസിൽസ്. അതായത് സീലിയറി പേശികളുടെ പ്രവർത്തനം മൂലം ലെൻസിന്റെ വക്രത, അതായത് ആ ഒരു വീതി, ആ ഒരു സാധനം എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? റെറ്റിനെ തന്നെ ഇമേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പോയിന്റ് പഠിച്ചു വെക്കണം കേട്ടോ. പവർ ഓഫ് അക്കോമഡേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കിയേ, നമുക്ക് ആദ്യം ഇത് നോക്കാം. നമ്മൾ പറഞ്ഞു ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിനെ നോക്കിയാലും അടുത്തുള്ള വസ്തുവിനെ നോക്കിയാലും എന്താണ്? റെറ്റിനെ തന്നെ ഇമേജ് ഉണ്ടാവും. അത് ആരുടെ പ്രവർത്തനം മൂലമാണ് അങ്ങനെ ഉണ്ടാവുന്നത്? സീലിയറി മസിൽസിന്റെ പ്രവർത്തനം മൂലം കർവേച്ചർ എന്തെങ്കിലും കൂട്ടിയും കുറച്ചിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ നോക്കിയേ, നമുക്ക് ഇത് രണ്ടും പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. വൈൽ വ്യൂവിംഗ് ഡിസ്റ്റന്റ് ഒബ്ജക്ട്സും വൈൽ വ്യൂവിംഗ് നിയർ ഒബ്ജക്ട്സും. അടുത്തുള്ള വസ്തുവിനെ ദൂരെയുള്ള വസ്തുവിനെയൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കണം നോക്കാം. നോക്കിയേ, ആദ്യം ദൂരെയുള്ള വസ്തുവിനെ. ഒന്നാമത്തെ കാര്യം, സീലിയറി മസിൽ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും. സീലിയറി മസിൽ എന്ത് ചെയ്യും? വിശ്രമാവസ്ഥയിലായിരിക്കും അവർ ഇരിക്കുക, ഫ്രീ ആയിട്ട്, ലൂസ് ആയിട്ട് ഇരിക്കും. അതാണ് സീലിയറി മസിൽ ചെയ്യുക. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടാ ലിഗമെന്റ് ചെയ്യുക. ലിഗമെന്റ്സ് ആർ സ്ട്രെച്ച്ഡ്. ലിഗമെന്റ്സ് എന്ത് ചെയ്യും? അങ്ങോട്ട് വലിയും. ലിഗമെന്റ്സ് എന്ത് ചെയ്യും? വലിയുമ്പോ കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. നമ്മളിപ്പോ ഒരു ബലൂൺ എന്ന് വിചാരിക്കും, ബലൂണിന്റെ രണ്ട് സൈഡിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യാം? വലിക്കുമെന്ന് വിചാരിക്കുക. അപ്പൊ ബലൂണിന്റെ സൈസ് എന്ത് ചെയ്യും? കുറയൂലേ അല്ലെ? ഒരു ബലൂൺ എടുത്ത് രണ്ട് സൈഡിൽ നിന്ന് പിടിച്ച് വലിക്കുമെന്ന് വിചാരിക്കുക, ബലൂണിന്റെ സൈസ് എന്ത് ചെയ്യും? അങ്ങോട്ട് കുറയും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇത് നമ്മുടെ സീലിയറി മസിലാണെന്ന് വിചാരിക്കുക. ലെൻസിനെ ചുറ്റി കാണുന്ന മസിലാണ് സീലിയറി മസിൽ. ഇത് ലെൻസ് വലുതാക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സീലിയറി മസില്, ഇത് ലെൻസ്. ഇതാണ് സാധാരണ ലെൻസ്. ലെൻസിന് എന്ത് ചെയ്യണ്? നമ്മുടെ ലിഗമെന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ട് സീലിയറി മസിൽസിലേക്ക്. നമ്മുടെ സീലിയറി മസിൽസ് എന്ത് ചെയ്യും? ആദ്യം ചെയ്യണം എന്താ? റിലാക്സ് ചെയ്യും. റിലാക്സ് ചെയ്യുമ്പോ നമ്മുടെ ലിഗമെന്റ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ വലിയും, ഇങ്ങനെ വലിഞ്ഞു നിൽക്കും. വലിഞ്ഞു നിൽക്കും. ഇത് വലിഞ്ഞു നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും? അങ്ങോട്ട് കുറയും. നല്ല വീതി ഉണ്ടായിരുന്ന ലെൻസ് ഇങ്ങനെയാവും, സ്ലിം ആവും. മനസ്സിലായ? അതാണ് കർവേച്ചർ ഓഫ് ലെൻസ് ഡിക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആദ്യം എന്ത് ചെയ്യും? സീലിയറി മസിൽ എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും, വിശ്രമാവസ്ഥയിൽ പോകും. അപ്പൊ ലിഗമെന്റ്സ് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും അല്ലെ? വലിയുമ്പോ കർവേച്ചർ ഓഫ് ലെൻസ് എന്ത് ചെയ്യും? അങ്ങോട്ട് കുറയും. മനസ്സിലായ? ഇനി അടുത്ത നോക്കിയേ, വ്യൂയിങ് നിയർ ബൈ ഒബ്ജക്ട്സ്. അടുത്തുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? സീലിയറി മസിൽസ് എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഈ 3 പോയിന്റിന്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഒരു ബോക്സ് പിടിച്ചാൽ മതി, പറ്റുമോ? ഓപ്പോസിറ്റ് എഴുതാം. നോക്കിയേ, സീലിയറി മസിൽ എന്ത് ചെയ്യും? സ്ട്രെച്ച് ചെയ്യും. സീലിയറി മസിൽ എന്ത് ചെയ്യും?
വലിയും. സീലിയറി മസിൽ വലിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലിഗമെന്റ്സ് ട്ടാ, സീലിയറി മസില് വലിഞ്ഞു കഴിഞ്ഞ സീലിയറി മസില് വലിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലിഗമെന്റ്സ് എന്ത് ചെയ്യും? ലൂസാവും, അഴയും. ലിഗമെന്റ്സ് എന്ത് ചെയ്യും? ലൂസാവും. ലിഗമെന്റ്സ് ലൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഗമെന്റ്സ് എന്ത് ചെയ്യും? റിലാക്സ് ആയി കഴിഞ്ഞാല് സാധാരണ സൈസ് എന്ത് ചെയ്യും? വരും. സൈസ് അങ്ങോട്ട് കൂടും. നമ്മുടെ ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും? അങ്ങോട്ട് കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, 2 ബലൂണ് ലിഗമെന്റ് സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പിടിച്ച് വലിച്ചാൽ അതിന്റെ സൈസ് കുറയൂലേ? അത് വിട്ടു നോക്ക് നിങ്ങൾ, സാധാരണ സൈസിലേക്ക് വരൂലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ലെൻസിന്റെ കർവേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ പടം തന്നിട്ടുണ്ട്, അതും പഠിച്ചു വെക്കണം. ഈ പടം തന്നിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ ഒന്നും അടയാളപ്പെടുത്തിയിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ലെൻസിന്റെ കർവേച്ചർ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം, അടുത്തുള്ള വസ്തുവാണോ അകലെയുള്ള വസ്തുവാണോ. ലെൻസിന്റെ കർവേച്ചർ കൂടുതലാണെങ്കിൽ അതെന്തായിരിക്കും? അടുത്തുള്ള വസ്തു. ലെൻസിന്റെ കർവേച്ചർ കുറയുകയാണെങ്കിൽ അതെന്തായിരിക്കും? ദൂരെയുള്ള വസ്തുവിനെ നോക്കുന്നതായിരിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്, ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ പിക്ചർ, അത് പഠിച്ചു വെക്കണം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെട്ടിനയില് 2 ടൈപ്പ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മള്? റോഡും ഉണ്ട്, കോണും ഉണ്ട്. അതിൽ എണ്ണത്തിൽ കൂടുതൽ ആരാന്ന് ചോദിച്ചാൽ റോഡാണ്. നമ്മുടെ നാട്ടിൽ റോഡ് കൂടുതലാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. റോഡിന്റെ ഷേപ്പ് എന്താണ്? സിലിണ്ടറിക്കൽ. പിക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, എക്സാമിന് പിക്ചർ വരും. പിക്ചർ വന്നിട്ട് തിരിച്ചറിയാൻ പറയും, ഏതാണ് റോഡാണോ കോണാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നോക്കിയേ, റോഡിന്റെ സെല്ലിന്റെ ഷേപ്പ് എന്താണ്? ഒരു വടി പോലെ അല്ലേ? നോക്കിയ മക്കളെ റോഡ് കണ്ട. അപ്പൊ എന്താണ്? അത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. എത്ര ഉണ്ടെന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണിൽ, ഈ കുഞ്ഞിക്കണ്ണിൽ എത്ര ഉണ്ടാവും? 9 കോടി റോഡ് കോശങ്ങൾ ഉണ്ട് നമ്മുടെ കണ്ണിൽ. ഇനി അടുത്ത നോക്കിയേ, അവിടെ ഉണ്ടാകുന്ന പിഗ്മെന്റിന്റെ പേരാണ് റോഡോപ്സിൻ എന്ന് പറയും. സിമ്പിൾ ആണ് പഠിക്കാൻ. റോഡോപ്സിൻ വേഗം കിട്ടൂല്ലേ നമുക്ക്? റോഡിൽ ഉണ്ടാവുന്ന വർണ്ണവസ്തു എന്താണ്? റോഡോപ്സിൻ ആണ്. ഇനി നോക്കിയേ, അടുത്തത് കോൺസെൽസ് ആണ്. കോൺസെൽസ് എത്രയുണ്ട്? കോൺ ഷേപ്പ് ആണ്. നമുക്ക് ഈ ഷേപ്പ് നോക്കിയാൽ തന്നെ അറിയാം, നമ്മളെ കോൺ ഐസ്ക്രീം തിന്നൂല്ലേ നമ്മള്, അതിന്റെ സാധനം കമത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? അതേപോലത്തെ ഷേപ്പ് അല്ലെ? കോൺ ഷേപ്പ് ആണ്. എത്രയുണ്ട്? 45 ലക്ഷം. അപ്പൊ എണ്ണത്തിൽ കൂടുതൽ ആരായിരിക്കും? റോഡാണ്. 9 കോടി ഉണ്ടല്ലോ അല്ലെ? കോണ് കുറവായിരിക്കും. അതായത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോ റോഡ് കൂടുതലായിരിക്കും. ഇനി നോക്കിയേ, അവിടെ ഉണ്ടാവുന്ന പിഗ്മെന്റിന്റെ പേരാണ് ഫോട്ടോപ്സിൻ എന്ന് പറയും. എന്താണ് പിഗ്മെന്റിന്റെ പേര്? ഫോട്ടോപ്സിൻ. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഉണ്ടാകും, ഉറപ്പാണ് ആ കാര്യത്തിൽ. നോക്കിയേ, റോഡോപ്സിനും ഫോട്ടോപ്സിനും ഫോം ചെയ്തിരിക്കുന്നത് എന്തിൽ നിന്നാന്ന് ചോദിച്ചാല് ഒപ്സിനും അതേപോലെ റെട്ടിനാലിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒപ്സിൻ പ്ലസ് റെട്ടിനാൽ, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഫോട്ടോപ്സിൻ ആയാലും റോഡോപ്സിൻ ആയാലും ഉണ്ടായിട്ടുള്ളത്. രണ്ടും ഫോം ചെയ്തിരിക്കുന്നത് എന്തിൽ നിന്നാണ്? ഒപ്സിൻ. ഒപ്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോട്ടീനാണ്. ഒപ്സിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനും റെട്ടിനാൽ എന്ന് പറഞ്ഞാൽ വിറ്റമിൻ എയിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറഞ്ഞാൽ റെട്ടിനാൽ. വിറ്റമിൻ എയുടെ ഡെറിവേറ്റീവ് ആണ് എന്തെന്ന് പറഞ്ഞാൽ റെട്ടിനാൽ എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്തൊക്കെ ഉണ്ടാകുന്നത്? റോഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടാകുന്നത്. അതിൽ രണ്ടിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാല് ആകെ എന്താണ്? കെമിക്കൽ സ്ട്രക്ചർ ഓഫ് റെട്ടിനാൽ ഈസ് ഡിഫറെന്റ് ഇൻ റോഡോപ്സിൻ ആൻഡ് ഫോട്ടോപ്സിൻ. രണ്ടും ഉണ്ടായിരിക്കണം എന്ത് ഉപയോഗിച്ചിട്ടാണ്? ഒപ്സിനും റെട്ടിനാലും വെച്ചിട്ട് തന്നെയല്ലേ? പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതായത് റോഡോപ്സിനും ഫോട്ടോപ്സിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇതിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ റെട്ടിനാൽ വ്യത്യാസമുണ്ട്. റെട്ടിനാലിന്റെ സ്ട്രക്ചർ, ഘടന രണ്ടിലും സെയിം ആയിരിക്കില്ല. ഫോട്ടോപ്സിന് വേറൊരു ഘടനയും റോഡോപ്സിന് റെട്ടിനാലിന് വേറൊരു ഘടനയാണ്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിക്കണം കേട്ടാ. അടുത്ത നോക്കിയാടാ, അതിന്റെ മലയാളം ഉണ്ട്, ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലെ. അടുത്തത് നമ്മൾക്ക് വിഷൻ, എങ്ങനെയാണ് ലൈറ്റിനെ പെർസീവ് ചെയ്യണമെന്ന് പറയാം. അതായത് ഇരുട്ടും പ്രകാശമൊക്കെ തിരിച്ചറിയണത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ കണ്ണില് ഗ്ലൂട്ടാമേറ്റ് ആക്ട് ആസ് ദ പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ഫോട്ടോ റിസപ്റ്റർ. നമുക്കറിയാം, ന്യൂറോ ട്രാൻസ്മിറ്റർ പഠിച്ചിട്ടുണ്ടല്ലേ? സിനാപ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ, രാസവസ്തുക്കളെയാണ് എന്തെന്ന് പറയുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ. അതിന് എക്സാമ്പിൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? പറഞ്ഞിട്ടുണ്ട്, അസറ്റൈൽ കോളൈനും ഡോപ്പമിൻ പോലുള്ള എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ണിലെ ഫോട്ടോ റിസപ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുടെ പേരാണ് ഗ്ലൂട്ടാമേറ്റ്. ഇമ്പോർട്ടന്റ് ആണ്, ഗ്ലൂട്ടാമേറ്റ് ആണ് അവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അതിന്റെ അളവിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? വേരിയേഷൻസ് ഇൻ ഗ്ലൂട്ടാമേറ്റ് പ്രൊഡക്ഷൻ ആർ റെസ്പോൺസിബിൾ ഫോർ ദ പെർസെപ്ഷൻ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ലൈറ്റ്. അതായത് നമ്മുടെ ഇരുട്ട്, പ്രകാശം എന്നിവയ്ക്ക് തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ ബോധം ഉണ്ടാകുന്ന, ഇരുട്ടാണ് പ്രകാശമാണ് എന്നൊക്കെ പറയുന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാവുന്നത് എന്തിന്റെ അളവിനനുസരിച്ചാണ്? ഈ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷൻ അനുസരിച്ചാണ്. അതിന്റെ അളവിനനുസരിച്ചാണ് നമുക്ക് എന്ത് മനസ്സിലാവുക? ഇരുട്ടാണെന്നും അതുപോലെ പ്രകാശമാണെന്നൊക്കെ തിരിച്ചറിയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയാടാ, ഡാർക്കിലും അതേപോലെ
പ്രകാശം ലൈറ്റിലും എന്താണ് അതിന്റെ ഇംഗ്ലീഷും മലയാളമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇതാണ്. ഇത് അതേപോലെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ഇരുട്ടാകുമ്പോ പ്രകാശമില്ലാത്ത സമയത്ത് ട്ടാ ഡാർക്കിൽ എന്ത് സംഭവിക്കും? ഫോട്ടോ റിസപ്റ്റേഴ്സ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ഗ്ലൂട്ടാമേറ്റ്. അതായത് ഇരുട്ട് പ്രകാശമില്ലാത്ത സമയത്ത് ഈ ഗ്ലൂട്ടാമേറ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ. അതിനുശേഷം എന്താണ്? ബൈപോളാർ സെൽസ്. അതെപ്പ ലൈറ്റിനെ തിരിച്ചറിയുന്നതാണ് ഏത്? ബൈപോളാർ സെൽസ്. ഇരുട്ടിനെ തിരിച്ചറിയണ ഏതായിരിക്കും അപ്പൊ? ഓഫ് ബൈപോളാർ. നിങ്ങൾ ആലോചിച്ചാൽ മതി, സ്വിച്ച് ഓൺ ആക്കിയാൽ എന്താണ്? ലൈറ്റ് വരും. സ്വിച്ച് ഓഫ് ആക്കിയാൽ എന്ത് ചെയ്യും? ലൈറ്റ് പോകും. അതാലോചിച്ചാൽ മതി. അപ്പൊ ലൈറ്റിനെ തിരിച്ചറിയണ ഏതായിരിക്കും? ഓൺ ബൈപോളാർ സെല്ലും. ഇരുട്ടിനെ തിരിച്ചറിയണത് ആരായിരിക്കും? ഓഫ് ബൈപോളാർ സെൽ. അപ്പൊ ഇവിടെ പ്രകാശം ഉണ്ടാ? ഇല്ലല്ല, അല്ലേ? അപ്പൊ ഗ്ലൂട്ടാമേറ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പ്രകാശം ഇല്ല, ഇരുട്ടാണ്. ഇരുട്ടിനെ തിരിച്ചറിയണ ആരാണ്? ഓഫ് ബൈപോളാർ സെൽ. അപ്പൊ ഇവിടെ ആരായിരിക്കും ആക്റ്റീവ് ആവാ? ഓഫ് ബൈപോളാർ സെല്ല്. ഇവിടെ ഇരുട്ടാണല്ല, അപ്പൊ ആര് ആക്റ്റീവ് ആവണം? ഓഫ് ബൈപോളാർ സെല്ല് ആക്റ്റീവും ഓൺ ബൈപോളാർ സെല്ല് എന്താ? ഇനാക്റ്റീവ് ആവും. കാരണം അവിടെ പ്രകാശം ഇല്ലാത്തത് കൊണ്ട്, അവിടെ തിരിച്ചറിയാൻ ആൾക്കാരില്ല. അപ്പൊ പ്രകാശം ഇല്ലാത്തത് കൊണ്ട് ഓൺ ബൈപോളാർ സെല്ല് എന്ത് ചെയ്യും? ഇനാക്റ്റീവും ഓഫ് ബൈപോളാർ സെല്ല് എന്ത് ചെയ്യും? ആക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ളത് ഓഫ് ബൈപോളാർ സെല്ലല്ലേ, അവിടെ നിന്ന് മെസ്സേജ് എവിടേക്ക് ചെയ്യും? പ്രകാശത്തെ തിരിച്ചറിയാൻ, അല്ല ഇരുട്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള മെസ്സേജ് എവിടേക്ക് ചെല്ലും? നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലും. അങ്ങനെയാണ് എന്ത് ചെയ്യണത്? നമ്മൾ എന്തറിയണത്? ചുറ്റും ഇരുട്ടാണ്, അല്ലെ ഡാർക്കാണ് എന്ന് നമുക്ക് ഒരു ബോധം വരുന്നു. മനസ്സിലായ? ഇനി അടുത്തത്, പ്രകാശമുള്ളപ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സമയത്ത് നമുക്ക് ഇപ്പൊ നമുക്ക് എന്താണ്? ഇപ്പൊ ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങളുടെ ചുറ്റും എന്തുണ്ട്? ലൈറ്റ് ഒക്കെ ഉണ്ട്, അല്ലെ? ലൈറ്റ് ഒക്കെ ഉണ്ട്. ലൈറ്റ് ഒക്കെ ഉണ്ടാവുമ്പോ ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യൂല? ഗ്ലൂട്ടാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഗ്ലൂട്ടാമേറ്റ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ ആരായിരിക്കും ഇവിടെ ആരായിരിക്കും ആക്റ്റീവ് ആവാം? ഇവിടെ ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റിനെ സെൻസ് ചെയ്യണത് ആരായിരിക്കും? ഓൺ ബൈപോളാർ സെൽ അല്ലേ? അപ്പൊ ഓൺ ബൈപോളാർ സെൽ ആക്റ്റീവ് ആവും, ഓഫ് ബൈപോളാർ സെൽ എന്ത് ചെയ്യും? ഇനാക്റ്റീവ് ആവും. അപ്പോ ആരായിരിക്കും, എവിടെ നിന്നായിരിക്കും മെസ്സേജ് പോണത്? ഓൺ ബൈപോളാർ സെൽ എന്ത് ചെയ്യും? ഇമ്പൾസസിനെ എവിടേക്ക് വിടും? ബ്രെയിനിലേക്ക് വിടും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം? ചുറ്റും എന്താണ്? ലൈറ്റ് ഉണ്ട്, പ്രകാശം വന്നു എന്ന് പറയുന്ന ഒരു ബോധം നമുക്ക് ഉണ്ടാവുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡാർക്കിലും ലൈറ്റിലും, അതായത് പ്രകാശം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നത് പഠിച്ചു വെച്ചോളണം. ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ചാർട്ട് പോലെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത നോക്കിയേ, നമ്മുടെ കോൺ സെൽസ് 3 ടൈപ്പ് ഉണ്ട്. നമ്മുടെ പ്രൈമറി കളേഴ്സിനെ തിരിച്ചറിയാൻ. എന്താണ് ഈ പ്രൈമറി കളേഴ്സ്? പ്രാഥമിക നിറങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലെ? ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ ഉണ്ട്, പിന്നെ ഏതാണ്? ഗ്രീൻ ഉണ്ട്. ഇത് 3 എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി കളേഴ്സ്. അപ്പോ നമ്മുടെ കണ്ണിൽ 3 ടൈപ്പ് കോൺ സെൽസ് ഉണ്ട്. കോൺ സെൽസിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് എസ്, എം, എൽ. അങ്ങനെ 3 ടൈപ്പാണ് ഉള്ളത്. എസ്, എം, എൽ. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടർ വേവ് ലെങ്തിനെ തിരിച്ചറിയുന്നത്. ഷോർട്ടർ വേവ് ലെങ്തിനെ തിരിച്ചറിയുന്നതാണ് എസ്. അതായത് ഹ്രസ്വ തരംഗ ദൈർഘ്യം. ഷോർട്ടർ ആയിട്ടുള്ള വേവ് ലെങ്തിനെ തിരിച്ചറിയുന്നത്. അത് ഏത് ലൈറ്റ് ആയിരിക്കും? ഷോർട്ടർ വേവ് ലെങ്ത് ബ്ലൂ ലൈറ്റിനെ തിരിച്ചറിയുന്നത്. ബ്ലൂ ലൈറ്റ് വരുമ്പോ സ്റ്റിമുലേറ്റ് ചെയ്യണ സെല്ലാണ് ഇതെന്ന് പറഞ്ഞാല് എസ്. എം ആണെന്നുണ്ടെങ്കിൽ എന്താണ്? മീഡിയം വേവ് ലെങ്ത് ആണ്. അത് ഗ്രീൻ ലൈറ്റ് ആണ്. മീഡിയം വേവ് ലെങ്ത് ഏതാണ്? ഗ്രീൻ ലൈറ്റ് ആണ്. ഇനി എൽ എന്തായിരിക്കും? ലോങ്ങർ വേവ് ലെങ്ത് ആണ്, റെഡ് ലൈറ്റ്. അതറിയാലേ, തരംഗ ദൈർഘ്യം കൂടിയത് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? പഠിക്കുന്നുണ്ട്. ചുവന്ന വെളിച്ചത്തിനാണ് എന്ത്? തരംഗ ദൈർഘ്യം കൂടിയത്. അപ്പൊ ഈ 3 പ്രൈമറി കളേഴ്സിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള, അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ആ ലൈറ്റ് വരുമ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന 3 തരത്തിലുള്ള കോൺസെൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? എസ്, എം, എൽ. എസ് ആണെങ്കിൽ ഏതിനായിരിക്കും? ബ്ലൂ ആണ്, ഷോർട്ടർ ആണ്, അല്ലെ? എം ആണെങ്കിൽ മീഡിയം ആണ്, അതേതാണ്? അത് ഗ്രീൻ ആണ്. ഇനി എൽ ആണെങ്കിൽ ഏതായിരിക്കും? എൽ ലോങ്ങർ ആണ്, അത് റെഡ് ആണ്. ഇനി കളർ വിഷൻ ഈസ് മെയ്ഡ് പോസിബിൾ വെൻ ദ 3 ടൈപ്സ് ഓഫ് കോൺസ് ഗെറ്റ് സ്റ്റിമുലേറ്റഡ് ഇൻ വേരിയിങ് പ്രൊപ്പോർഷൻസ് വെൻ എക്സ്പോസ്ഡ് ടു കളേർഡ് ലൈറ്റ്. അതായത് കളേർഡ് ലൈറ്റ് വരുമ്പോൾ പ്രകാശത്തിന്റെ തീവ്രതയും തരംഗ ദൈർഘ്യത്തെയും ആശ്രയിച്ചാണ് വർണ്ണപ്രകാശം പതിക്കുമ്പോൾ 3 ഇനം കോൺ കോശങ്ങൾ പല അനുപാതത്തിൽ ഉദ്ദീപിക്കപ്പെടുന്നത്. അപ്പോഴാണ് നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാകുന്നത്. വെൻ ഈസ് കളർ വിഷൻ പോസിബിൾ? അതിന്റെ ഉത്തരവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടാ. കളർ വിഷൻ എപ്പോഴാണ് പോസിബിൾ ആകുന്ന എന്ന് ചോദിച്ചാൽ ഇത്രയും പോയിന്റുകളാണ് എഴുതുന്നത്. മനസ്സിലായ? കളർ വിഷൻ പോസിബിൾ ആവണം എപ്പോഴാണ്? ഈ കളർഡ് ലൈറ്റ് വരുമ്പോൾ, കണ്ണിലേക്ക് ലൈറ്റ് വരുമ്പോൾ ആ വരുന്ന ലൈറ്റിനനുസരിച്ച് കളറിനനുസരിച്ചാന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യണത്? ഈ പറഞ്ഞ കോൺസെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യണം. റെഡ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യും? റെഡ് കോൺസെൽസ് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ആ വേവ് ലെങ്തിനനുസരിച്ചിട്ടാ, വേവ് ലെങ്ത്, റെഡിന്റെ വേവ് ലെങ്തിനനുസരിച്ച് അപ്പൊ എന്ത് ചെയ്യും? ആ എൽ കോൺസ് എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് റെഡ് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അതിനനുസരിച്ചാണ് എന്ത് ചെയ്യണത് പറയണം. ഇനി നോക്കിയേ, പച്ചയും
ചുവപ്പും പച്ചയും കോണുകൾ ഒരുമിച്ചാണ് ഉദ്ദീപിക്കപ്പെടുന്നതെങ്കിൽ അവിടെ എന്ത് കിട്ടും? നമുക്ക് യെല്ലോ കളർ. എപ്പോഴാണ് യെല്ലോ കളർ കിട്ടുന്നത്? അതായത് 3 കളറിന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ആ കളർ മാത്രമാണ് കാണുന്നത്, ഒരുപാട് ഷെയ്ഡുകൾ കാണില്ലേ? അതെങ്ങനെ കാണും? ഇതെല്ലാം കൂടെ നമുക്കറിയാം ഈ 3 കളേഴ്സ് ആണ് ശരിക്കും പറയുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണം? പല പല കളർ കിട്ടുന്നത്. പല പ്രൊപ്പോർഷനില്, പല അളവുകളിൽ ഈ പറഞ്ഞ കളർ മിക്സ് ആവുമ്പോൾ പല പല കളറുകൾ വരും. നമുക്ക് പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അല്ലെ, ചിത്രരചന ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. അവര് എന്ത് ചെയ്യുന്നുണ്ട്? പല പല കളറുകൾ ഉണ്ടാക്കാനായിട്ട് പല പല പെയിന്റുകൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്യും. പല അളവുകളിൽ മിക്സ് ചെയ്താൽ പല പല ഷെയ്ഡുകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ലൈറ്റ് വരുമ്പോ എന്ത് ചെയ്യും? ഇപ്പൊ നോക്കിയേ, നമ്മുടെ ചുവപ്പും പച്ചയും കോണുകൾ, അതായത് റെഡും അതേപോലെ ഗ്രീൻ കോൺസ് ഒന്നിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ അത് എന്ത് കളറായിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്? മഞ്ഞ നിറമായിട്ടാണ് തിരിച്ചറിയുന്നത്. ഓക്കെ, ഇനി മൂന്നും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. 3 കോൺസെൽസും എന്ത് ചെയ്തു? ഒന്നിച്ച് സ്റ്റിമുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെള്ള കളർ കാണാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ മറ്റേ ഫിസിക്സിൽ മറ്റേ ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ? എന്താണ്? പല പല കളറുകൾ ഒന്നിച്ച് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു കളറായിട്ട് കാണുന്ന, വെള്ള കളറായിട്ട് പോകണമെന്ന് പറയില്ലേ? അത് തന്നെയാണ് ഇവിടെ. 3 കോൺസെൽസും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിമുലേറ്റ് ചെയ്യും. 3 കോൺസെൽസും ഒന്നിച്ച് ഉദ്ദീപിക്കപ്പെട്ടാൽ അത് എന്ത് കളറാണ്? വെള്ള കളറായിട്ടാണ് തിരിച്ചറിയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയാടാ, the gene responsible for the production of pigments in corn cells which are sensitive to green and red are found in X chromosomes. ശ്രദ്ധിച്ചോളൂ ട്ടാ. അതായത് നമ്മുടെ ഗ്രീനും പച്ചനെയും റെഡിനും കാരണമായിട്ടുള്ള, പച്ചയും റെഡ് കോൺസെൽസിനെ നിയന്ത്രിക്കുന്ന ജീനുകള് കാണപ്പെടുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ നമ്മുടെ എക്സ് ക്രോമസോം. നമുക്ക് എക്സ് ക്രോമസോമില്ലേ, ലിംഗനിർണയ ക്രോമസോമുകളില്ലേ, എക്സും വൈയും എന്ന് പറഞ്ഞില്ലേ? അതിൽ എക്സ് ക്രോമസോമാണ് എന്തിന്റെ ജീൻസ് കാണുന്നത്? ഈ പച്ചരെയും റെഡിനെയും നിയന്ത്രിക്കുന്ന, പച്ചയും റെഡും കോൺസെൽസ് ഉണ്ടല്ലോ അല്ലെ, ആ കോൺസെൽസിനെ നിയന്ത്രിക്കുന്ന ജീനുകൾ കാണുന്നത് എവിടെയാണ്? എക്സ് ക്രോമസോംസിൽ. ഇനി ബ്ലൂവിനെ നിയന്ത്രിക്കുന്നത്, ബ്ലൂവിനെ തിരിച്ചറിയണ കോൺസെൽസിനെ നിയന്ത്രിക്കുന്ന ജീനുകൾ എവിടെയായിരിക്കാം? ക്രോമസോം നമ്പർ 7ലാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. റെഡും ഗ്രീനിനെ നിയന്ത്രിക്കുന്ന ക്രോമസോം എവിടെയാണ് കാണപ്പെടുന്നത്? ജീൻ എവിടെയാണ് കാണപ്പെടുന്നത്? എക്സ് ക്രോമസോമയും. ബ്ലൂ കോണിനെ നിയന്ത്രിക്കുന്ന ജീനെ കാണപ്പെടുന്നത് എവിടെയാണ്? അത് ക്രോമസോം നമ്പർ 7മാണ്. അപ്പോ ഇവിടെ നോക്കിയേ, ഈ ഗ്രീനിനും റെഡിനും, അതായത് ഇവരെ നിയന്ത്രിക്കുന്ന ജീനിന് വല്ല തകരാറ് സംഭവിക്കുകയെന്ന് വിചാരിക്കാം. അത് എക്സ് ക്രോമസോമാണ് ഇരിക്കുന്നത്, ആ ജീനിന് വല്ല തകരാറ് സംഭവിച്ചത് ശരി. അപ്പൊ ഈ പറഞ്ഞ നിറങ്ങളെ തിരിച്ചറിയാനായിട്ട് പറ്റുമോ? ഇല്ല. ആ നിറങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ ആവുമ്പോൾ അതിനൊരു പേര് പറയും, കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. എന്താണ്? വർണ്ണാന്ധത. കളർ ബ്ലൈൻഡ്നെസ് എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയും? കളർ ബ്ലൈൻഡ്നെസ്. അതായത് കളർ ബ്ലൈൻഡ്നെസ് അപ്പൊ എന്താണ്? ആർക്ക് വരുന്ന തകരാറാണ്? നമ്മുടെ റെഡിന്റെയും ഗ്രീനിന്റെയും കോൺസെൽസിന് വരുന്ന തകരാറാണ് എന്ത്? നമ്മുടെ വർണ്ണാന്ധത. പൊതുവെ ഈ വർണ്ണാന്ധത വരുന്നത് ആൺകുട്ടികൾക്കാണ്, അതായത് പുരുഷന്മാർക്കാണ്, മെയിൽസിലാണ് എന്ത് വരുന്നത്? കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുള്ളൂ അല്ലെ? പുരുഷന്മാർക്ക്, ആൺകുട്ടികൾക്കാണ് എന്ത് ചെയ്യണത്? കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുള്ളൂ. പെൺകുട്ടികൾക്ക് വരും, പക്ഷെ അത് റെയറാണ്, അപൂർവമായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? വരുന്നുള്ളൂ. അതിന് കാരണം എന്തായിരിക്കും? ഒന്ന് പറയാൻ പറ്റുമോ? എന്തായിരിക്കും കാരണം? അതായത് ഈ പറഞ്ഞ റെഡും ഗ്രീനും അതിന്റെ ജീൻസ് എവിടെയാണ് ഇരിക്കുന്നത് മക്കളെ? നമ്മുടെ എക്സ് ക്രോമോസോം അല്ലേ? അപ്പോ സ്ത്രീകൾക്ക് 2 എക്സ് ക്രോമോസോം ഉണ്ട് ഇല്ലേ? അപ്പൊ ഒരു എക്സിലത്തെ ജീനുകളാണ് തകരാറ് സംഭവിച്ചെന്ന് വിചാരിക്കാം. പക്ഷെ ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നോർമൽ ജീനുള്ള എക്സ് ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും അസുഖം കാണിക്കുവോ? ഇല്ല. അവർക്ക് അസുഖമുള്ള ജീനുകൾ ഉണ്ടാവും, അതായത് തകരാറ് സംഭവിച്ച ജീൻ ഉണ്ടാവും, പക്ഷെ ആ അസുഖം എക്സ്പ്രസ് ചെയ്യില്ല, കാണിക്കില്ല. കാരണം എന്താണ്? ഇപ്പുറത്ത് എന്തുണ്ട്? ഒരു കുഴപ്പമില്ലാത്ത ജീൻ അവിടെ ഇരിപ്പുണ്ട്. ഈ എക്സും എന്തുണ്ട്? ഒരു കുഴപ്പമില്ലാത്ത ജീനുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? ഈ അസുഖം പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യില്ല? കാണിക്കില്ല. അവർ കാരിയേഴ്സ് എന്ന് വിളിക്കും. അവരെ നമ്മൾ കാരിയേഴ്സ് എന്നാ വിളിക്കുക. കാരണം അവർക്ക് അസുഖം കാണിക്കില്ല, പക്ഷെ അസുഖത്തിന് കാരണമായിട്ടുള്ള ജീൻ എന്തുണ്ടാവും? അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. മനസ്സിലായോ? ഇവിടെ എക്സ് നോർമൽ ആയതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല, അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവില്ല. പക്ഷെ ഇത് ആൺകുട്ടികൾക്കാണ്. ഇപ്പൊ ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് ഒരു ആൺകുട്ടി ഉണ്ടായെന്ന് വിചാരിക്കാം. ആ ആൺകുട്ടിക്ക് ഈ എക്സ് ആണ് കിട്ടണമെങ്കിൽ, അസുഖം വന്ന എക്സ് ആണ് കിട്ടണതെങ്കിൽ അവൻ എന്തായിരിക്കും? അവൻ കളർ ബ്ലൈൻഡ്നെസ് ആയിരിക്കും. കാരണം അച്ഛനുണ്ടാ വേറെ, ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേറെ ഏതെങ്കിലും ഉണ്ടാ? വൈ ക്രോമോസോം ഉണ്ട് ഈ ജീൻ? ഇല്ല. എക്സ് ക്രോമോസോം മാത്രം കാണപ്പെടുന്ന ജീനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് എന്ത് ചെയ്യും? കളർ ബ്ലൈൻഡ്നെസ് വരും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് എന്ത് ചെയ്യണത്? കളർ ബ്ലൈൻഡ്നെസ് കൂടുതലായിട്ട് വരുന്നത്. മനസ്സിലായോ? പെൺകുട്ടികൾക്ക് 2 എക്സ് ഉള്ളത് കൊണ്ട് തന്നെ പ്രശ്നങ്ങളില്ല. പെൺകുട്ടികൾക്ക് രോഗമുണ്ടാവും, റയർ ആയിട്ടാണ് വരുന്നത്, അപൂർവമായിട്ടാണ് വരുന്നത് പറയും അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 എക്സിനും തകരാറുള്ള ജീൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യുള്ളൂ? അസുഖം കാണിക്കുള്ളൂ. പക്ഷെ അത് റയറാണ്, അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. അതായത് അച്ഛനും അസുഖമുണ്ട്, അമ്മ കാരിയർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ അസുഖം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഒരു ചോദ്യം ഉണ്ടാവും, ഇമ്പോർട്ടന്റ് ആണ്. ആൺകുട്ടികൾക്ക് മാത്രം കൂടുതൽ കളർ ബ്ലൈൻഡ്നെസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീൻ എവിടെയാണ് ഇരിക്കുന്നത്? എക്സുമാണ് ഇരിക്കുന്നത്. ആ പെൺകുട്ടികൾക്കാണെങ്കിൽ 2 എക്സ് ക്രോമോസോം ഉണ്ട്, ആൺകുട്ടികൾക്കാണെങ്കിൽ 1 എക്സ് ക്രോമോസോം ഉള്ളൂ. അങ്ങനെ വേണം എഴുതാനായിട്ട്. ഓക്കെ, അടുത്തത്
നോക്കിയടാ, അടുത്തതാണ് നമ്മുടെ ബൈനോക്കുലർ ഫ്യൂഷൻ അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷൻ എന്നൊക്കെ പറയും. അതെ, നമുക്ക് രണ്ട് കണ്ണുണ്ടല്ല അല്ലെ, നമ്മൾ രണ്ട് കണ്ണുണ്ട്. അപ്പൊ രണ്ട് ഇമേജസ് ആണ് വീഴുന്നത് ശരിക്കും നമ്മുടെ കണ്ണിൽ, അല്ലാണ്ട് ഒരു ഇമേജ് അല്ല. അതായത് ഒരു ഇമേജ് മീൻസ് ഒരു വസ്തുവിന്റെ രണ്ട് ടൈപ്പ് ഇമേജ് ആണ് നമ്മുടെ കണ്ണുകളിൽ ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങൾ കാണാം, അല്ലെങ്കിൽ ഞാനൊരു ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലത്തെ കണ്ണിലെ ഇമേജ് എങ്ങനെയായിരിക്കും, ആ വസ്തുവിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും കൂടുതൽ. ലെഫ്റ്റ് സൈഡ് ഇമേജ് ആയിരിക്കും എന്ത് വരാ കണ്ണിലുണ്ടാവുക. സോറി, ലെഫ്റ്റ്, ഇതാണ് ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റ് സൈഡ്, എന്റെ ലെഫ്റ്റ് ഇതാട്ടാ, ലെഫ്റ്റ് സൈഡിൽ. ഇനി റൈറ്റ് സൈഡിലത്തെ ഇമേജ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, നമ്മുടെ റൈറ്റ് സൈഡിൽ ഉണ്ടാവുക. അപ്പൊ രണ്ട് ടൈപ്പ് ഇമേജ് ആണ് നമ്മുടെ കണ്ണിൽ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ആ വസ്തുവിനെ രണ്ടായിട്ട് കാണണ്ട, ഒന്നായിട്ടല്ലേ കാണുന്നുള്ളൂ. അതെങ്ങനെ കാണും? ഈ പറഞ്ഞ ഇമേജ് എവിടേക്ക് ചെല്ലുന്നുണ്ട്, നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലുന്നുണ്ട് അല്ലേ. ബ്രെയിനിൽ അതിന് വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ട്, വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ഏരിയ. നമ്മുടെ സെറിബ്രത്തിലാണ് വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു വിഷനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് ചെന്ന് ഇത് രണ്ടും കൂടെ ബ്രെയിൻ എന്ത് ചെയ്യും, കൂട്ടിച്ചേർക്കും. ഈ രണ്ട് ഇമേജും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു 3D ഇമേജ് ആയിട്ട് കാണിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ബൈനോക്കുലാർ ഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കണ്ണടച്ചിട്ട് എന്ത് ചെയ്യാം, പേനയുടെ ടോപ്പൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം. അതായത് ഒരു കണ്ണടച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇടാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, കണ്ണടക്കണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ണടച്ചുകൊണ്ട് കണ്ണടക്കാതെ തന്നെ എന്ത് ചെയ്യാം, ഒരു കണ്ണടച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പേനയുടെ ടോപ്പ് ഇടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരു കണ്ണടച്ചുകൊണ്ട് പേനയുടെ ടോപ്പ് ഇടാൻ ശ്രമിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്ക് വിരല് ജസ്റ്റ് ഒരു കണ്ണടച്ച് അങ്ങോട്ട് മാറി നോക്കിയാൽ മതി, ഈ വിരലിന്റെ സ്ഥാനം അതായത് മാറണ പോലെ നമുക്ക് തോന്നും. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ബൈനോക്കുലർ ഫ്യൂഷൻ ആണ്. അതായത് നമ്മുടെ ഒരു വസ്തു നോക്കുമ്പോൾ ആ വസ്തുവിന്റെ ലെഫ്റ്റ് സൈഡിലത്തെ ഇമേജ് ആണ് ലെഫ്റ്റ് കണ്ണിൽ ഉണ്ടാവുന്നത്, റൈറ്റ് സൈഡിലത്തെ ഇമേജ് ആണ് റൈറ്റ് കണ്ണിൽ ഉണ്ടാവുന്നത്. അപ്പൊ രണ്ട് ഇമേജ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ആണ്. പക്ഷെ നമ്മൾ വസ്തുവിനെ ഒന്നായിട്ടാണ് കാണുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഇമേജ് എവിടേക്ക് ചെല്ലും, നമ്മുടെ ബ്രെയിനിലേക്ക്, വിഷ്വൽ കോർട്ടെക്സിലേക്ക് ചെല്ലും. അവിടെയാണ് ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, രണ്ടിനെയും കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഒരു 3D ഇമേജ്, ഒറ്റ ഇമേജ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതിനെയാണ് ബൈനോക്കുലർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, ഈ ഒരു പിക്ചർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്താൻ പഠിച്ചിരിക്കുന്നത് കേട്ടാ. നേത്രനാടി, ഒപ്റ്റിക് കയാസ്മ, പിന്നെ കോർട്ടെക്സ് ഏതൊക്കെയാണ് അടയാളപ്പെടുത്താനും ഇമ്പോർട്ടന്റ് ആണ്. പിക്ചർ എന്നിട്ട് ഇവിടെ ഉണ്ടാവണത് എന്താന്ന് വെച്ചാൽ ബൈനോക്കുലർ ഫ്യൂഷൻ ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, അടുത്തത് നമ്മുടെ ഡിസീസസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഡിസീസസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നോക്കിയടാ, ഷോർട്ട് സൈറ്റഡ്നെസ്, അതായത് ഹ്രസ്വദൃഷ്ടി എന്ന് പറയും. ഷോർട്ട് സൈറ്റിന്റെ പ്രശ്നം എന്താണ്, എൻലാർജ്ഡ് ഐബോൾ ആണ്. ഇത് നമുക്ക് ആൻസർ വെച്ചിട്ടുള്ളത് പഠിക്കുക, അതാണ് നല്ലത്. നോക്കിയേ, ഷോർട്ട് സൈറ്റ്നെസിന്റെ കാരണം എന്താണ്, എൻലാർജ്ഡ് ഐബോൾ. അതായത് നമ്മുടെ ഐബോളിന്റെ എന്ത് ചെയ്യും, ഐബോളിന്റെ വലിപ്പം അങ്ങോട്ട് കൂടും, കൂടും, എൻലാർജ്. അങ്ങനെയുള്ള ഒരു അസുഖമാണ് എന്ത്, ഷോർട്ട് സൈറ്റഡ്. എന്താണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാല്, അതായത് നമുക്ക് അതായത് അടുത്തുള്ള വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യും, കാണാനായിട്ട് പറ്റും. ദൂരെയുള്ള വസ്തുവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. ഓക്കെ, അതാണ് എന്ത്, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ. അതെങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും, സ്പെക്ടക്കിൾസ് വിത്ത് കോൺകേവ് ലെൻസ് ഓർ കോൺടാക്ട് ലെൻസ്, അല്ലെങ്കിൽ സർജറി. എന്താ, കണ്ണട ഉപയോഗിക്കുക, ഏത് ലെൻസ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺകേവ് ലെൻസ്, അല്ലെങ്കിൽ കോൺടാക്ട് ലെൻസ്, അല്ലെങ്കിൽ സർജറി. ഓക്കെ, അടുത്തതാണ് ലോങ് സൈറ്റഡ്നെസ്. ദീർഘദൃഷ്ടി എന്ന് പറയും. അപ്പൊ ദീർഘദൃഷ്ടിക്ക് കാരണം എന്തായിരിക്കും, ഇവിടെ എൻലാർജ്ഡ് ഐബോൾ ആണെങ്കിൽ ഇവിടുത്തെ ഐബോൾ എന്തായിരിക്കും, ഷോർട്ട് ആയിരിക്കും, വലിപ്പം കുറഞ്ഞ ഐബോൾ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അതെങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഒന്നല്ലെങ്കിൽ കോൺടാക്ട് ലെൻസോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഇവിടെ കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, കോൺവെക്സ് ആക്കണം കേട്ടോ. കോൺവെക്സ് ലെൻസ് ആയിരിക്കണം. അല്ലെങ്കിൽ കോർണിയ റീഷേപ്പിംഗ് ആയിട്ടുള്ള തെറാപ്പി ഒക്കെ ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഷേപ്പ് കറക്റ്റ് ആക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചാൽ മതി. ഇനി അടുത്ത നോക്കിയേ, അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെൻസ് ഓഫ് ഐ, ലെൻസും കോർണിയൊക്കെ എന്ത് ചെയ്യുക, ഇറഗുലർ ഷേപ്പ്. നോക്കിയേ, നമ്മുടെ കോർണിയൊക്കെ വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ലേ വരയ്ക്കാറ്, ഇത് റെഗുലർ ഷേപ്പാണ്. പക്ഷേ ഇവരുടെ അസ്റ്റിഗ്മാറ്റിസത്തില് കോർണിയയുടെ ഷേപ്പ് എന്തായിരിക്കും വെച്ചാൽ ഇങ്ങനെ ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ പോലും കേട്ടാ. ഇതാണ് ഇറഗുലർ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഇറഗുലർ ആയിട്ട് മാറും. അതാണ് എന്തെന്ന് പറഞ്ഞാൽ അസ്റ്റിഗ്മാറ്റിസം. ഇത് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കേട്ടാ. അതേപോലെ കാട്രാക്ട്, നമ്മുടെ അപ്പാപ്പന്മാർക്ക് അമ്മമാർക്ക് വരുന്നത് അല്ലെ, തിമിരം എന്ന് പറയില്ലേ, അവര് തിമിരത്തിന്റെ ഓപ്പറേഷനൊക്കെ പോയിട്ട് നമ്മുടെ കരുണാനിധിരെ പോലെ കണ്ണടക്ക വെച്ചിട്ടൊക്കെ വരാറുണ്ട് അല്ലെ, കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എല്ലാ വീട്ടിലും നടക്കുന്ന ഇതാണ് അല്ല, എല്ലാ വീട്ടിലും അമ്മമാരൊക്കെ പോയിട്ടുണ്ട്, എന്റെ അമ്മമ്മൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, റീസൺ എന്തായിരിക്കും, ഐ ലെൻസ് ബിക്കം ഒപ്പാക്ക്. അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ലെൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കുറെ പ്രോട്ടീൻ ഒക്കെ ഇങ്ങനെ വന്ന് അടിഞ്ഞടിഞ്ഞ് ലെൻസിന്റെ കട്ടി കൂടി കഴിഞ്ഞാൽ ലെൻസ് എന്ത് ചെയ്യില്ല, പ്രകാശം കടത്തിവിടില്ല, ഒപ്പാക്ക് ആവും. ഒപ്പാക്ക് എന്ന് പറയുമ്പോൾ എന്താ, അതാര്യം, പ്രകാശം കടത്തിവിടാത്തതാവും. അങ്ങനെ ആവുന്നൊരു പ്രശ്നമാണ് എന്തെന്ന് പറഞ്ഞാൽ കാട്രാക്ട് അല്ലെങ്കിൽ തിമിരം എന്ന് പറയും. ഇവിടെ നോക്കിയേ, ഇൻട്രോ ഓക്കുലാർ ലെൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് സർജറി ഉപയോഗിച്ചിട്ട് ലെൻസ് വെക്കാം, അതാണ് ചെയ്യുന്നത് കേട്ടാ.
ഇനി അടുത്ത നോക്കിയേ, ഗ്ലോക്കോമ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ, ഗ്ലോക്കോമ ഇമ്പോർട്ടന്റ് ആണ്. ഫെയിലുവർ ഇൻ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ. അതായത് നമുക്കറിയാം അക്വസ് ഹ്യൂമർ ബ്ലഡിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്, ബ്ലഡിലേക്ക് തിരിച്ച് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം നോക്കിയേ, ഇവിടെ ഫെയിലുവർ ഇൻ റീഅബ്സോർപ്ഷൻ, അതായത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ റീഅബ്സോർപ്ഷൻ നടക്കൂല. അതായത് തിരിച്ച് ബ്ലഡിലേക്കുള്ള പുനരാകിരണം അവിടെ എന്ത് ചെയ്യില്ല, നടക്കില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിന്റെ അളവ് അങ്ങോട്ട് കൂടും കണ്ണിൽ. അത് ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ ഒപ്റ്റിക് നെർവ്, അതായത് പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്ത് ചെയ്യും, തകരാറ് സംഭവിക്കും. നേത്രനാടി തകർന്നു മീൻസ് തകരാറ് സംഭവിച്ചു, നശിച്ചു പോകും, ഡാമേജ് ആയി പോകും. ആ ഒരു അസുഖമാണ് എന്തെന്ന് പറഞ്ഞാല് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ. അതിന് ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്സ് മരുന്നുകളാണ്. ഐ ഡ്രോപ്സ്, പിൽസ്, പിന്നെ ലേസർ സർജറി, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഗ്ലോക്കോമ പരിഹരിക്കാനായിട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയേ, കൺജങ്ക്ടൈറ്റിവിസ്, ചെങ്കണ്ണ് എന്നൊക്കെ പറയും നമ്മൾ അല്ലെ. അതായത് ഇൻഫെക്ഷൻ ഇൻ ദ കൺജങ്ക്റ്റീവ. നേരത്തെ പറഞ്ഞില്ലേ ഒരു കൺജങ്ക്റ്റീവ എന്ന് പറഞ്ഞ ലെയർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ കൺജങ്ക്റ്റീവയ്ക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ, ഏതെങ്കിലും ബാക്ടീരിയ, വൈറസാ, ഫംഗസാ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും അണുക്കൾ മൂലം എന്ത് ചെയ്യുന്നത്, ഇതിന് ഇൻഫെക്ഷൻ, അണുബാധ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എന്തെന്ന് പറഞ്ഞാൽ കൺജങ്ക്റ്റിവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്ന് പറയും. ഇതിന് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും? ആന്റിബയോട്ടിക് കേട്ടാ, ആന്റിബയോട്ടിക് ഐ ഡ്രോപ്സ് കൊടുക്കാം. വൈറസിനൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ഏതാണോ രോഗാണു അതിനെ നശിപ്പിക്കുക, ബാക്ടീരിയ എന്താണ്, ആന്റിബയോട്ടിക് ഐ ഡ്രോപ്സ്, ഓയിൽമെന്റ് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം, പേഴ്സണൽ ഹൈജീൻ കുറച്ച് നല്ലതാണ്. പേഴ്സണൽ ഹൈജീൻ ഇത് വരാതിരിക്കാനായിട്ട്, അതായത് നമ്മളോട് എന്ത് ചെയ്യാ, നമ്മൾ അവിടെ ഒക്കെ തൊട്ടിട്ട് എന്ത് ചെയ്യും, ആ കണ്ണ് തിരുമ്പേ കണ്ണിലൊക്കെ ഉള്ളിലൊക്കെ തൊടും. അതൊക്കെ എന്താണ്, അപ്പൊ നമുക്ക് ഈ പറഞ്ഞ രോഗാണുക്കളൊക്കെ നമുക്ക് വേഗം അസുഖം വരും, ഇൻഫെക്ഷൻ ഉണ്ടാവാൻ. കാരണം നമ്മൾ കണ്ണിലൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും കൈയൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് തൊടാൻ വേണ്ടിയിട്ട്. അതാണ് പേഴ്സണൽ ഹൈജീൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത എന്താണ്, ഡയബറ്റിക് റെറ്റിനോപ്പതി. ഡയബറ്റിക് റെറ്റിനോപ്പതിയിലൊക്കെ റീസൺ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾ ഡയബറ്റിസ്. നമുക്കറിയാം ഈ പ്രമേഹ രോഗികൾക്ക് എന്ത് ചെയ്യും, പ്രമേഹം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിന്റെ ഈ ഞരമ്പുകളെ ബാധിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിന്റെ കാഴ്ച പോവും അല്ലെ. ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്. അപ്പോ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ ഡയബറ്റീസ് കൂടുന്ന ഒരവസ്ഥ, അപ്പൊ സംഭവിക്കുന്ന ഒരു അസുഖമാണ് കേട്ടത്. അപ്പൊ ഇവർക്ക് എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാന്നാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ എന്ന് പറയുമ്പോൾ എന്താ, ലേസർ ഫോട്ടോ കൊയാഗുലേഷൻ, നമ്മുടെ കണ്ണിലേക്ക് ഞരമ്പുകളൊക്കെ എന്ത് ചെയ്യുക, ആ ഡാമേജ് ചെയ്യുന്ന ഞരമ്പിനൊക്കെ കളയുക, ലേസർ അടിച്ചുകൊണ്ട് കളയുക, അതാണ് ലേസർ ഫോട്ടോ കോഗുലേഷൻ. അതേപോലെ VEGF ഇഞ്ചക്ഷൻ ഉണ്ടാവും, ഈ പറഞ്ഞ ഞരമ്പുകൾ, അതായത് ആ ഡാമേജ് ആയിട്ടുള്ള ഞരമ്പുകളൊക്കെ ഇതാക്കാനായിട്ടുള്ളത് VEGF ഇൻജക്ഷൻ ഉണ്ടാവും, പുതിയ ഞരമ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ വിട്രക്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ വിട്രസ് ഹ്യൂമർ ഇല്ലേ, അതിനെടുത്ത് കളയുക, അല്ലെങ്കിൽ അതിനെ ഇതാക്കുക, എന്നിട്ട് അതിന് പകരം എന്ത് ചെയ്യും, വേറൊരു ഫ്ലൂയിഡ് പോലത്തെ ഒരു സൊല്യൂഷൻ, അതായത് ജെല്ല് പോലത്തെ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യാൻ വെക്കുക. അതാണ് വിട്രക്ടമി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അടുത്ത നോക്കിയേ, നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നിശാന്തത, അതായത് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ പറ്റില്ല, ക്ലിയർ ആയില്ല. നല്ല പ്രകാശം ഉള്ളപ്പോൾ അവർക്ക് കാണാൻ പറ്റും, പക്ഷെ മങ്ങിയ പ്രകാശം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ. അതായത് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് പ്രകാശം കുറയുമല്ല, അപ്പൊ അത് കാണാൻ പറ്റില്ല. അതിന് കാരണം എന്താണ്, ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ എ. വിറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത് മൂലം ഉണ്ടാകുന്നതാണ് എന്ത്, നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിറ്റമിൻ എ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്? വിറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരെ കാണാൻ പറ്റാത്ത അവസ്ഥ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോപ്സിനും റോഡോപ്സിനും ഉണ്ടായിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, ഓപ്സിനും റെറ്റിനാലും വെച്ചിട്ടാണ്. ഈ റെറ്റിനാൽ എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്, വൈറ്റമിൻ എയിൽ നിന്നാണ്. അപ്പൊ വിറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റെറ്റിനാൽ ഉണ്ടാവുമോ? റെറ്റിനാൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ റോഡോപ്സിനും ഫോട്ടോപ്സിനും ഉണ്ടാവുമോ? പിന്നെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ബന്ധം എന്ന് പറയുന്നത്, അത് ആലോചിച്ച് വെക്കണം കേട്ടാ. വിറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനാൽ ഉണ്ടാവില്ല, റെറ്റിനാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോപ്സിനും ഇല്ല, റോഡോപ്സിനും ഉണ്ടാവാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് കാഴ്ചനെ ബാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിറ്റമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, മങ്ങിയ പ്രകാശത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സഹായിക്കില്ല. അത് റോഡോപ്സിന് ഉണ്ടാവില്ല. റോഡോപ്സിന് ഉണ്ടെങ്കിൽ അല്ലെ മങ്ങിയ പ്രകാശത്തിൽ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയേ, വിറ്റമിൻ എ സപ്ലിമെന്റ്സ് എടുക്കുക, മരുന്നുകൾ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡയറ്റ്, നമ്മുടെ ഫുഡ് കഴിക്കുക കൂടുതലായിട്ട്. വിറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക, ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ കോണ്ടാക്ട് ലെൻസ് വെക്കാൻ പറ്റുക, അല്ലെങ്കിൽ സർജറി. ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ സിറോഫ്താൽമിയ. ഈ പോയിന്റ് ഒന്ന് ആലോചിക്കണം. ഡ്യൂ ടു പ്രൊലോങ് ഡെഫിഷ്യൻസി, എഴുതും ഇങ്ങനെ തന്നെ എഴുതണം കേട്ടാ. വെറുതെ ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ എ എന്ന് എഴുതരുത്. അത് ഏതാണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. പ്രൊലോങ് ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ വിറ്റമിൻ എ കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം, നമ്മുടെ ശരീരത്തിൽ ഒട്ടുമില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ കോർണിയയും ഒക്കെ എന്തായി മാറും, ലെൻസും ഒപ്പാക്ക് ആയിട്ട് മാറും. അതായത് പ്രകാശം കടത്തി വിട്ട് ഡ്രൈ ആയിട്ട് മാറും.
ആ ഒരു അവസ്ഥയാണ് സിറോഫ്താൽമി. അത് പൂർണ്ണമായിട്ടും കാഴ്ച നഷ്ടപ്പെടുത്തും. അപ്പോൾ അതിന് നമുക്ക് വിറ്റമിൻ എ സപ്ലിമെന്റ്സ് കൊടുക്കാം. അതായത് ഇനി ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകളായിട്ട് എന്ത് ചെയ്യാം, വിറ്റമിൻ എ കഴിക്കാം. അതേപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഐവെയർ ഒക്കെ, കണ്ണിനെ സംരക്ഷിക്കാനായിട്ടുള്ള ഐവെയർസ് ഒക്കെ ഉപയോഗിക്കാം. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഡിസീസും അതിന്റെ റീസണും ട്രീറ്റ്മെന്റും. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എക്സാമിൽ എന്തായാലും ഉണ്ടാവുന്ന ഭാഗം. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മൾ കുറെ ദിവസങ്ങൾ ആചരിക്കുന്നുണ്ട്, പല 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 ഇപ്പൊ ക്യാൻസർ ഡേ, എയ്ഡ്സ് ഡേ, അങ്ങനെ കുറെ ഡേകൾ ആചരിക്കുന്നുണ്ട് അല്ലെ. മറ്റേ എൻവയോൺമെന്റ് ഡേ ഇതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കണ്ണിനെ സംരക്ഷിക്കാനായിട്ട് ഒരു ഡേയും കൂടെ ആചരിക്കുന്നു, ഒരു സൈറ്റ് ഡേ, വേൾഡ് സൈറ്റ് ഡേ എന്ന് പറയും. അത് ഒബ്സർവ് ചെയ്ത് നിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് തേഴ്സ്ഡേ ഓഫ് ഒക്ടോബർ. സെക്കൻഡ് തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ ഒക്ടോബറിന്റെ രണ്ടാമത്തെ വ്യാഴാഴ്ച അല്ലെ. അതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ കഴിഞ്ഞ ഒക്ടോബർ തേഴ്സ്ഡേ, സെക്കൻഡ് തേഴ്സ്ഡേ കേട്ടാ, സെക്കൻഡ് തേഴ്സ്ഡേ ഓഫ് ഒക്ടോബർ. ഇതാണോ സെക്കൻഡ് തേഴ്സ്ഡേ എന്ന് പറയുന്നത്? നമ്മുടെ പിന്നാണോ? സെക്കൻഡ് തേഴ്സ്ഡേ ഓഫ് ഒക്ടോബർ കേട്ടാ. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് സൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്, കണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടി. ആരൊക്കെ ചേർന്നിട്ടാണ് ഇതിനെ ആചരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡേറ്റ് എടുത്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഓർഗനൈസേഷൻ. ഒന്നെന്താണ് WHO, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും IABP ഫുൾ ഫോം പഠിച്ചു വെക്കുക, ഇന്റർനാഷണൽ ഏജൻസി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നസ്. ഈ 2 ഓർഗനൈസേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ വ്യാഴാഴ്ച ഇന്ന ദിവസമായിട്ട് ആചരിക്കാം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു റൈസ് അവയർനെസ് ഓൺ ദ ഐ ഹെൽത്ത് കെയർ. വെറുതെ അല്ല, അതായത് നമ്മുടെ കണ്ണിന്റെ സംരക്ഷണത്തെ കുറിച്ചിട്ടുള്ള അവബോധം ആളുകളിലേക്ക് ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നൊരു ദിവസം സൈറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. നോക്കിയേ, അതിൽ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഡ്യൂസിങ് സ്ക്രീൻ ടൈം ആൻഡ് എൻകറേജിങ് റെഗുലർ ഐ ടെസ്റ്റ് ടു കെയർ ഫോർ ചിൽഡ്രൻസ് വിഷൻ. കുട്ടികളുടെ കണ്ണിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ എന്ത് ചെയ്യാം, ഒരുപാട് ഇപ്പൊ നമുക്കറിയാം കുഞ്ഞു കുട്ടികൾ ഒരുപാട് മൊബൈൽ കാണാം. എപ്പോഴും എല്ലാവർക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ, നമ്മളെല്ലാം കൂടുതൽ അവർക്ക് കാര്യങ്ങൾ അറിയാം. അതായത് എപ്പോഴും അവർ ഈ മൊബൈലുമ തന്നെയാണ്. അപ്പൊ മൊബൈലാണ്, അതായത് ആ ഒരു സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കണ്ണിന് എന്ത് ചെയ്യുന്നത് ഒരുപാട് ദോഷമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അല്ലെ. അവർ വളരുന്ന ഒരു കാലഘട്ടമാണ്. ആ സമയത്താണ് അവർ കൂടുതലായിട്ട് സ്ക്രീൻ ടൈം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ കണ്ണ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണിനെ ഡാമേജ് ആക്കാനായിട്ട്, കണ്ണിന്റെ കാഴ്ച കുറയാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കും. അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇല്ലാതിരിക്കാനും അത് സ്ക്രീൻ ടൈം ഒഴിവാക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാനേ പാടില്ല നമ്മൾ മൊബൈലോ ടിവിയോ. ഇപ്പൊ ടി.വി ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിയാലേ, നമ്മൾ ദൂരത്തിരുന്ന് വേണം നമുക്ക് കാണാനായിട്ട്, അല്ലാണ്ട് അതിന് മുമ്പിൽ ചെന്നിരുന്ന് കാണാൻ പാടുണ്ടായില്ല. അതേപോലെ കുഞ്ഞു കുട്ടികൾക്ക് ഈ മൊബൈൽ കൊടുക്കുന്നത് നിർത്തണം. അത് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, നമ്മള് ഐ കെയർ, അത് നമ്മൾ കണ്ണിനാകുമ്പോൾ കൂടുതൽ എന്ത് ചെയ്യുക, പ്രൊട്ടക്ഷൻ. അതായത് നമ്മൾ കണ്ണിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അപ്പൊ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കുക, ട്രീറ്റ്മെന്റ് എടുക്കുക. ഓക്കെ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ കണ്ണിന് വീട്ടിൽ തന്നെ ഇരുന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ആപ്പ് ഉണ്ട്, നമ്മുടെ WHO അതിന്റെ ലോഗോണി കാണിച്ചിരിക്കുന്നത് കേട്ടാ. അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോ, ചിലപ്പോൾ തരും. എന്നിട്ട് ഇത് ഏത് ആപ്പാണ്, ഇത് ആരും കൊണ്ടുപോയ, എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് ഡേ ആണ്, പിന്നെ അവിടെ നിന്ന് സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നോക്കിയേ, WHO ആണ് ഒരു ഫ്രീ ആപ്ലിക്കേഷൻ ആണ്, 14 ലാംഗ്വേജസിലുണ്ട്, ഫ്രീ ആയി ടെസ്റ്റ് ആണ്. ആർക്ക് ഏജസ് 8 and above, 8 മുതൽ അതിന് മുകളിലുള്ള ആളുകൾക്ക് കണ്ണ് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. Some vision problems can be corrected with less expensive methods such as spectacles and cataracts. ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ണട ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്താണ് സർജറി ഉപയോഗിച്ചോ നമുക്ക് എന്ത് ചെയ്യാം, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കിയേ, നമ്മുടെ ടെസ്റ്റുകൾ ഉണ്ട്, കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ അല്ലെ. അപ്പൊ നമുക്ക് ലൈസൻസ് എടുക്കാൻ പോകുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അതില് റെറ്റിനോസ്കോപ്പും ടോണോമീറ്ററും ഒന്നും ചെയ്യൂല. ഈ 2 ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, സ്നെല്ലൻ ചാർട്ടും ഇഷിയാറ ടെസ്റ്റും. സ്നെല്ലൻ ചാർട്ട് കാണിച്ചത് ഇവരെ പിക്ചർ കാണിച്ചുതരാം. ഇതാണ് സ്നെല്ലൻ ചാർട്ട്. ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുക. പിന്നെ കണ്ണിന് എന്തെങ്കിലും കാഴ്ച സംബന്ധിച്ചായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഡോക്ടർമാർ ഈ സാധനം വായിപ്പിക്കും. ഈ വലിയ അക്ഷരം തൊട്ട് ചെറിയ 20 അടി നീങ്ങി നിന്നിട്ടാണ് എന്ത് ചെയ്യണത്, ഇത് വായിപ്പിക്കുക. അപ്പൊ ചെറിയ അക്ഷരം വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് യാതൊരു പ്രശ്നങ്ങളില്ല. അല്ല, വായിക്കാൻ ബുദ്ധിമുട്ടാണ്, വായിക്കാൻ അറിയണോട്ടോ, അക്ഷരം അറിയണേ. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രശ്നമുണ്ട്. ഇതാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എപ്പോഴും ലൈസൻസിനൊക്കെ പോകുമ്പോൾ ഇത് എന്തായാലും ഉണ്ടാവും. പിന്നെ അതേപോലെ ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷിയാര പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇഷിയാര പ്ലേറ്റ്. ഇത് നോക്കിയേ, ഇത് കളർ ബ്ലൈൻഡ്നസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിലത്തെ അക്ഷരം എന്താണെന്നൊന്ന് പറഞ്ഞേടാ, ഏതായിരിക്കും ഒന്ന് കമന്റ് ചെയ്തോ. എന്തായിരിക്കും അക്ഷരം? ഈ കാണാതെ ആർക്കെങ്കിലും കളർ ബ്ലൈൻഡ്നസ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത് 45 ആണ്. കണ്ടാ, 45 ആണെന്ന് തോന്നണ്ടേ? എനിക്കുണ്ടായില്ലല്ല 45. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷിയാര പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇതിലെ അക്ഷരം തിരിച്ചറിയണം. കളർ ബ്ലൈൻഡ്നസ് ഉള്ളവർക്ക് ഈ അക്ഷരം തിരിച്ചറിയാനായിട്ട് പറ്റില്ല.
ഓക്കെ, നമ്മൾ റെഡും ഗ്രീനും എന്ത് ചെയ്യും അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഈ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരെ ഡ്രൈവർ ആയിട്ടോ പൈലറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആർമിയിലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവർ എടുക്കില്ല. കാരണം എന്താണ്, ട്രാഫിക് ലൈറ്റിൽ ആകെ വരുന്നത് എന്താണ്, ഇങ്ങനത്തെ സിഗ്നൽസിൽ വരുന്നത് എന്താണ്, റെഡും അതേപോലെ ഗ്രീൻ ലൈറ്റ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെടുത്താൽ ശരിയാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യും കേട്ടാ. പിന്നെ അടുത്തത് നോക്കിയാടാ, അടുത്തതാണ് റെട്ടിനോസ്കോപ്പ്. ഇതാണ് റെട്ടിനോസ്കോപ്പ് എന്ന് പറഞ്ഞത്. ഒരു സാധനത്തിൽ കൂടെ ഒരു പെണ്ണ് നോക്കണണ്ട. ഇതെന്താന്ന് വെച്ചാൽ റെട്ടിനേക്ക് എന്ത് ചെയ്യും, ലൈറ്റ് വന്ന് പതിക്കും. റെട്ടിനേക്ക് ലൈറ്റ് വന്ന് പതിക്കുന്ന ആ ഒരു സാധനം നോക്കുന്നതാണ്, അതിന്റെ റെട്ടിനയുടെ കാര്യങ്ങൾ നോക്കണതാണ് എന്തെന്ന് പറഞ്ഞാല് റെട്ടിനോസ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരെണ്ണുണ്ടല്ല, ടോണോമീറ്റർ. നമ്മുടെ ഗ്ലോക്കോമ, ഇതാണ് ടോണോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. കാണുമ്പോൾ രണ്ടും നോക്കണം ഒരേപോലെ, പക്ഷെ വ്യത്യാസമുണ്ട്, സാധനം വ്യത്യാസമുണ്ട്, ഫംഗ്ഷനും വ്യത്യാസമുണ്ട്. ടോണോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലോക്കോമര ആ പ്രഷർ അറിയാൻ വേണ്ടിയിട്ട്, അതാണ് അക്വസ്യൂമറിന്റെ ഒക്കെ പ്രഷർ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ടോണോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ. പിന്നെ വേറെ കാര്യങ്ങളുണ്ട് എവിടെ, നമ്മുടെ ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ഷൻ ഓഫ് ഐ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. കണ്ണ് വെറുതെ നമ്മുടെ ശരീരം നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. കണ്ണിനെ എന്തൊക്കെ ചെയ്യാം, വാഷ് ദ ഐസ് ഫ്രീക്വന്റ്ലി വിത്ത് ക്ലീൻ വാട്ടർ അല്ലെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാം, നല്ല തെളിഞ്ഞ വെള്ളം കൊണ്ട്, ശുദ്ധമായ വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക, കണ്ണ് കഴുകുക. അതേപോലെ വിറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, ഇലക്കറികൾ കൂടുതൽ അല്ലെ, ക്യാരറ്റ് കൂടുതൽ കഴിക്കുക, അങ്ങനെയുള്ളത്. ആവശ്യത്തിന് ഉറങ്ങുക, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ മൊബൈൽ നോക്കി പാതിരാത്രി വരെ ഇരിക്കും ചിലവര് അല്ലെ, അതൊന്നും വേണ്ട. ആവശ്യത്തിന് ഉള്ള ഉറക്കം നമുക്ക് ഉണ്ടായിരിക്കണം, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതുപോലെ അമിത സ്ക്രീൻ സമയം ഒഴിവാക്കണം. പിന്നെ പതിവായി നേത്ര പരിശോധന, റെഗുലർ ഐ ടെസ്റ്റ്, എന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യുക. പിന്നെ ആരോഗ്യകരമായ ഭക്ഷണക്രമം, നേരത്തെ പറഞ്ഞ പോലെ വിറ്റമിൻ എ, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പുകവലി ഒഴിവാക്കുക. സ്മോക്കിങ്ങും അതിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഇനി ഫാക്ട്സ് ഓഫ് ഐ ഡൊണേഷൻ നമുക്കറിയാം. കണ്ണ് നേത്രദാനം പുണ്യമാണ് അല്ലെ. കണ്ണൊക്കെ എന്ത് ചെയ്യാ, നമുക്ക് ദാനം ചെയ്യാം. കണ്ണ് ദാനം ചെയ്യുമ്പോൾ കണ്ണ് എടുത്ത് അങ്ങനെ തന്നെ കൊടുക്കണോ? അല്ല, ചിലവർക്ക് ഒരു വിദ്യാധാരണ ഉണ്ട് അല്ലെ, എന്താണ് കണ്ണ് ഫുള്ള് ഇങ്ങനെ കുഴിച്ചെടുത്ത് അങ്ങനെ കൊടുക്കുന്ന, അങ്ങനെയല്ല കേട്ടാ. കണ്ണ് അങ്ങനെയല്ല കൊടുക്കുക. ഐസ് മസ്റ്റ് ബി ഡൊണേറ്റഡ് 4 to 5 hours ആഫ്റ്റർ ഡെത്ത്, മരണശേഷം. അതായത് 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, കണ്ണെടുക്കണം. പിന്നെ എടുത്തിട്ട് കാര്യമില്ല. ഇനി നോക്കിയേ, ഐസ് മസ്റ്റ് ബി റിമൂവ്ഡ് ഓൺലി ബൈ എ ട്രെയിൻ ഡോക്ടർ. ഒരു ട്രെയിൻ ഡോക്ടർ തന്നെ എടുക്കുള്ളൂ, അത് അറിയാൻ എല്ലാവർക്കും അറിയാം. കോർണിയ ഗെറ്റ് സർജിക്കലി ട്രാൻസ്പ്ലാന്റഡ്. ഇവിടെ ആരെയാണ് മാറ്റുന്നത്, കോർണിയയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യണത്, മാറ്റുന്നത്. കോർണിയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ കണ്ണ് മൊത്തം എടുത്തിട്ട് മാറ്റത്തില്ല. എ പെയർ ഓഫ് ഐസ് ഗിവ് വിഷൻ ടു 2 corneal blind people. രണ്ടാളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളുടെ കണ്ണ് കൊടുക്കാൻ പറ്റും. ഒരാളുടെ കോർണിയ, ഒരാൾക്ക് അങ്ങനെ ഒരു കണ്ണ് കണ്ടാൽ മതിയല്ല, അങ്ങനത്തെ രീതിയിൽ കേട്ടാ. അപ്പൊ രണ്ടുപേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരു പെയർ ഐസ് നിന്ന്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യണം, പോസ്റ്റർ ഉണ്ടാക്കാനും നോട്ടീസ് ഉണ്ടാക്കാനും ചിലപ്പോ സെമിനാറിൽ എഴുതാനായിട്ടും എസ്സേ എഴുതാനായിട്ടൊക്കെ രീതിയിൽ വരും. അതൊക്കെ നിങ്ങൾ രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് എഴുതി വെക്കുക. പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. പിന്നെ അടുത്തത് നോക്കിയേ, ബെസ്റ്റ് ഫുഡ്സ്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതാട്ടോ നമുക്ക്. വല്ല നോട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെമിനാർ പോലെ എസ്സേ പോലെയൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കി എന്തൊക്കെ കഴിക്കുക, ഫിഷ് കഴിക്കുക, നട്ട്സ്, പരിപ്പ്, പയർവർഗ്ഗങ്ങള്, സീഡുകള്, സിട്രസ് എന്ന് പറഞ്ഞ പുളിയുള്ള പഴങ്ങള്, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, ക്യാരറ്റ്സ്, സ്വീറ്റ് പൊട്ടാറ്റോ, ബീഫ്, എഗ്സ്, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ ഈ പാഠത്തില് നമ്മളെ കണ്ണ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അടുത്ത നമ്മളെ ചെവിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഇതെന്ത് നമ്മുടെ മക്കളെല്ലാവരും എന്ത് ചെയ്യണം, ഈ വീഡിയോ കണ്ട് കണ്ണ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഇതിനെക്കുറിച്ച് സ്ട്രക്ചറും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചു വെക്കാം. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും എന്ത് ചെയ്യണം, നിങ്ങൾ ഇത് പക്കയായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.